എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 1573 ദിവസത്തെ മലയാളം പരിപാടിയിലേക്ക് സ്വാഗതം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇന്ന് തുഞ്ചൻ അനുസ്മരണ ദിനമാണ്. തുഞ്ചൻ ദിനമാണ് കേരള സർക്കാർ ആചരിക്കുന്നതാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടൊരു പ്രത്യേക പരിപാടിയാണ്. ഈ പരിപാടിയിലേക്ക് പ്രാർത്ഥന ആലപിക്കുന്നതിനായിട്ട് ദേവബാലെ ക്ഷണിക്കുന്നു. ഒന്ന് കോഹസ്റ്റ് ആക്കണേ ഡോക്ടർ. ദേവബാല ആർ. അൺമ്യൂട്ട് ചെയ്തു. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം സാനന്ദരൂപം സകല പ്രബോധം ആനന്ദദാനാമൃത പാരിജാതം മനുഷ്യപത്മേഷു യതി സ്വരൂപം പ്രണൗമി തുഞ്ചത്തെരുമാര്യപാദം. നന്ദി ദേവബാല. പരിപാടിയുടെ ഔപചാരികമായ സ്വാഗതം ആശംസിക്കുന്നതിനായിട്ട് ഷൈല ഡോക്ടർ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. തുഞ്ചൻ ദിനവുമായി ബന്ധപ്പെട്ട പ്രത്യേക പരിപാടിയാണ് ഇന്ന് മലയാളം സെഷനിൽ നടക്കുന്നത്. ഇന്നത്തെ ഈ തുഞ്ചൻ ദിന പ്രത്യേക പരിപാടിയിൽ പങ്കെടുക്കുന്നവർക്ക് സ്വാഗതം പറയുക എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ കർത്തവ്യം. ഇന്നത്തെ പരിപാടിക്ക് ആദ്യമായി ഞാൻ സ്വാഗതം പറയുന്നത് നമ്മുടെ IFPH ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുവാനായി എത്തിയിട്ടുള്ള സേട്ട് സാറാണ്. നമ്മുടെ എല്ലാവർക്കും പ്രിയങ്കരനും ആദരണീയനുമായ സേട്ട് സാറാണ് ഇന്നത്തെ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത്. അദ്ദേഹത്തെ ഞാൻ ബഹുമാന പുരസ്സരം ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഇന്നത്തെ തുഞ്ചൻ ദിന പ്രത്യേക പരിപാടിയിൽ മുഖ്യ പ്രഭാഷണം നടത്തുവാനായി എത്തുന്നത് പ്രസിദ്ധ സാഹിത്യകാരൻ കൂടിയായ ഡോക്ടർ ജോർജ് ഓണക്കൂർ സാറാണ്. അദ്ദേഹത്തെയും ഞാൻ വളരെ ആദരവോടെ ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഇന്നത്തെ പ്രോഗ്രാമിൽ നന്ദി പറയുവാനായി എത്തുന്നത് നമ്മുടെ എന്നും നമ്മുടെ സൂം പ്ലാറ്റ്ഫോമിൽ എത്തുകയും എല്ലാ പരിപാടികളിലും പങ്കെടുക്കുകയും ചെയ്യുന്ന ബഹുമാന്യനായ പരീത് ബാവ ഖാൻ സാറാണ്. അദ്ദേഹത്തെയും ഞാൻ ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ജോർജ് ഓണക്കൂർ സാർ എത്തിയിട്ടുണ്ട്. സാറിന്റെ സ്വാഗതം പറഞ്ഞു കഴിഞ്ഞു, എങ്കിലും സാറിനെ ഔപചാരികമായിട്ട് കണ്ടപ്പോൾ ഒന്നുകൂടി ആദരപൂർവ്വം ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഇന്ന് നമ്മുടെ ഈ പ്രോഗ്രാം എല്ലാ ദിനങ്ങളും ഓർത്തെടുത്ത് അതിന് വിശിഷ്ട വ്യക്തികളെ എല്ലാം കൊണ്ടുവന്ന് വളരെ നല്ല രീതിയിൽ ഓരോ ദിനങ്ങളും ആചരിക്കുവാൻ മുന്നിൽ നിൽക്കുന്ന നമ്മുടെ മനോജ് ഡോക്ടറാണ്. മനോജ് ഡോക്ടറെയും ഇന്നത്തെ മോഡറേറ്റർ കൂടിയായ മനോജ് ഡോക്ടറെയും ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്ന് മലയാളം സെഷനിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും വളരെ സ്നേഹപൂർവ്വം ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇതിന്റെ അണിയറയിൽ പ്രവർത്തിക്കുന്ന എല്ലാ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി ശൈല ഡോക്ടറെ. നമുക്ക് മലയാളികൾ എന്ന് പറയാനും മലയാള ഭാഷയെ കുറിച്ച് എന്താ പറയാൻ ആത്മാഭിമാനത്തിൽ നിൽക്കാനും കഴിഞ്ഞതിന് പ്രധാന കാരണം നമുക്കറിയാം, ആദരണീയനായ തുഞ്ചത്തെഴുത്തച്ഛൻ തന്നെയാണ്. 51 അക്ഷരമുള്ള ഒരു ഭാഷയെ ഇത്ര വിശാലമാക്കി, എനിക്ക് ലോകത്തെ അക്ഷരമാലയിൽ 2ാം സ്ഥാനമാണ് മലയാളത്തിനെന്ന് തോന്നുന്നു. ഇത്രയധികം അക്ഷരങ്ങളുള്ള ഒരു ഭാഷ, അതിനർത്ഥം നമ്മുടെ മലയാളിയുടെ തലച്ചോറിന്റെ വ്യാപ്തി തന്നെയാണ്. എഴുത്തച്ഛൻ പറഞ്ഞ പോലെ കിങ്ക്ഷണന്മാർക്ക് വിദ്യ ഉണ്ടാകയില്ലല്ലോ എന്നാണ്. അപ്പം സമയം കളയുന്നില്ല, ഈ പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായിട്ട് ഏറ്റവും ആദരണീയനായ ഇസ്മായിൽ സേഠ് സാറിനെ ക്ഷണിക്കുന്നു. സേഠ് സാറേ, അൺമ്യൂട്ട് ചെയ്യാമോ സാറേ? ക്ഷണിച്ചാൽ സന്തോഷം, നന്ദി. വളരെ കാര്യമില്ല, എന്നാലും പറഞ്ഞു പോകുന്നതാണ്. കാരണം ഔദ്യോഗിക അവൻ്റെ ഔദ്യത്യബോധം മനസ്സിലായിക്കൊണ്ട് പറയുന്നതാണ് കേട്ടോ.
നന്ദി ആരടുത്തും പറയേണ്ട കാര്യമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും നന്ദി പറഞ്ഞാൽ അതിന് തമ്മേ ഉണ്ടാവുള്ളൂ. ഇന്ന് മലയാള ഭാഷയുടെ നല്ല ഒരു ദിനമാണെന്ന് തുഞ്ചത്ത് എഴുത്തച്ഛൻ, അദ്ദേഹത്തിന് മലയാളികൾക്ക് മറക്കാൻ സാധിക്കില്ല. മലയാള ഭാഷ ക്രോഡീകരിച്ച് നമുക്ക് നൽകിയ ഒരു മഹാനാണ് അദ്ദേഹം. 51 അക്ഷരത്തിൻ്റെ ഒരു മുതൽക്കൂട്ട് നമുക്ക് തന്നിട്ട് അദ്ദേഹം മതിയടയായിരുന്നു. 26 അക്ഷരമുള്ള അറബിയും ഇംഗ്ലീഷും, 56 അക്ഷരമുള്ള അറബിയും, ഹിന്ദി 32 എൻ്റെ ഓർമ്മ, 32 ഏറ്റവും കുറവ് ഇംഗ്ലീഷിലാണ്, 26 അല്ലേ? ഏറ്റവും കുറവ് ഇംഗ്ലീഷ് ഭാഷയാണ് അക്ഷരങ്ങളിൽ കുറവുള്ളത്. ബാക്കി എല്ലാത്തിനും അതിനേക്കാൾ കൂടുതലാണ് എല്ലാം ഉള്ളത്. 18 എന്തോ ഒരു എണ്ണം പണ്ടാരോ പറയാൻ കേട്ടു, അതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. 18 അക്ഷരമുള്ള ഒരു ഭാഷാ ശൈലി, അതെനിക്ക് അറിയില്ല. ആരോ ഇങ്ങനെ എവിടെയോ പറയുന്നത് കേട്ടോ മാത്രമേ ഉള്ളൂ എനിക്കറിയുള്ളൂ. നിങ്ങൾക്ക് അറിയാമെങ്കിൽ പറഞ്ഞു തരുന്നേ. ഏതായാലും നമ്മുടെ മലയാള ഭാഷയ്ക്ക് അതിൻ്റെതായ ഒരു ഔചിത്യമുണ്ട്, അതിൻ്റെതായ ഔന്നത്യമുണ്ട് നമുക്ക് പറയാനും പിടിക്കാനൊക്കെ ആയിട്ട്. കാരണം ലോകത്ത് എവിടെ പോയാലും ഒരു മലയാളിയെ കണ്ടുമുട്ടുന്നതാണ്. ഏറ്റവും കടോരമായ കാടുകളുള്ള സ്ഥലങ്ങളിൽ പോയാലും ഒരു മലയാളി കാണും. ആരാണെന്ന് എഴുതിയത്, എൻ്റെ യാത്രാക്കുറിപ്പുകൾ പറഞ്ഞത്, കാപ്പി ഉണ്ടോ, കാപ്പി വേണോ, കാപ്പി വേണമെന്ന് പറഞ്ഞ ആൾ വന്നില്ലായിരുന്നോ? ആ ഒരു കാടില്ലേ നടുക്ക് കാപ്പി കച്ചവടം നടത്തുന്ന ഒരു മലയാളിയൊക്കെ കണ്ടുമുട്ടിയിരുന്നു അദ്ദേഹം. എന്ന് പറഞ്ഞ പോലെ മലയാളികൾ എവിടെ പോയാലും ഉണ്ടാവും. ഇതിപ്പോ ഈ എത്യോപ്യയിലെ മലയാളികളുണ്ട്, UK എല്ലായിടത്തും ഉണ്ട് മലയാളികൾ. അതുപോലെ നോർത്ത് പോളിലും സൗത്ത് പോളിലും എല്ലായിടത്തും മലയാളികളുണ്ട്. മലയാളി ഓടിയിട്ട് തലവില്ല. അവൻ്റെ പ്രത്യേകതയാണത്. യാത്ര പോവുക എന്നുള്ളത്. യാത്ര പോവുക, കൂടുതൽ സ്ഥലങ്ങൾ കാണുക എന്ന് പറഞ്ഞ് വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ ഖുറാനിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്ന ഇതിൻ്റെ ചുവടുകൾ കൊണ്ട് നടന്ന് എൻ്റെ കാഴ്ചകൾ കാണുക എന്ന് പറഞ്ഞിരിക്കും. അതുപോലെ ആ കാണലിന് വേണ്ടി ഏറ്റവും മുൻതൂക്കം കൊടുത്തിരിക്കുന്ന മലയാളികളാണ്. ലോകത്ത് എവിടെ പോയാലും മലയാളി കാണാൻ പറ്റും. ഏത് സംഘങ്ങളിലും കാണാം, വഴക്കിലും കാണാം, കാണത്തിലും കാണാം. ഇല്ലേ? ഇതിനകത്തും മലയാളികളുണ്ടാവും. അത് മലയാളിയുടെ പ്രത്യേകത ഉള്ളത്. ഈ ഭാഷാ ശൈലി വെച്ചിട്ട് നമ്മൾ ഇന്ന് തുടങ്ങിയാണ്, നമ്മുടെ മലയാള സെക്ഷൻ തുടങ്ങിയാണ്. അതിന് ഔപചാരികമായ കർമ്മമാണ് ഞാൻ ചെയ്യേണ്ടത്, ഔപചാരിക ഉദ്ഘാടന കർമ്മമാണ് ഞാൻ ചെയ്യേണ്ടത്. മലയാളം ശരിക്കും പറയാൻ അറിയാത്ത ഒരു മനുഷ്യനെ കൊണ്ട് ജയിപ്പിക്കുക എന്നുള്ളത് സത്യം പറയാൻ ഒരു ദ്രോഹമാണ്. എനിക്ക് ഒരു ഭാഷ ശരിയായിട്ട് അറിയില്ല. മലയാളം അറിയില്ല, ഹിന്ദി അറിയില്ല, തമിഴും അറിയില്ല, ഇംഗ്ലീഷും അറിയില്ല, അറബിയും അറിയില്ല, കക്ഷിയും അറിയില്ല. എന്നാൽ എല്ലാം അറിയുകയും ചെയ്യാം. അതാണ് പ്രത്യേകത. എനിക്കറിയാവുന്ന ഭാഷകൾ ഏതാണ്ട് 10-11 ഉണ്ട്. 11 ഭാഷകളും എനിക്കറിയാം. സിന്ധി, ഗുജറാത്തി, കക്ഷി, മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, തെലുങ്ക്, അറബി, അങ്ങനെ പല 11 ഭാഷകൾ എനിക്കറിയാം. എൻ്റെ അച്ഛൻ എന്നെക്കാൾ കൂടുതൽ അറിയാമായിരുന്നു. ഞങ്ങൾ ഭാഷകൾ പഠിക്കാൻ വേണ്ടി ഈ ചേട്ടുമാർ കുറച്ച് പ്രത്യേക ആളാണ്. ചേട്ടുമാർ എന്നാൽ സത്യം പറയാണ്ട് അവരാരും മറ്റു ഭാഷകൾ പഠിക്കാൻ തുനിയാറില്ല. അവരെ ഭാഷ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകളാണ്. എന്നാൽ എൻ്റെ അനുഭവത്തിൽ എൻ്റെ കുടുംബത്തിൽ കൂടുതൽ ആൾക്കാരും എല്ലാ ഭാഷയും പഠിക്കുന്നവരായിരുന്നു. അതാണ് എൻ്റെ അച്ഛൻ പഠിപ്പിച്ചത്. അപ്പം അതിൻ്റെ ഞാൻ ചെയ്തുകൊണ്ട് ഇന്നത്തെ ഈ ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്യാൻ എത്തിയ മഹാൻ ഈ മറച്ചു വെക്കുന്നില്ല. ഈ മലയാള ഭാഷയിൽ ഈ ചർച്ച ഇന്ന് ഔദ്യോഗികമായി ഞാൻ ഉദ്ഘാടനം ചെയ്യപ്പെട്ടതായിട്ട് അറിയിക്കുകയാണ്. നമസ്കാരം. വളരെ നന്ദി സാർ. കുമാരനാശൻ പറഞ്ഞ പോലെ ഇന്ന് ഭാഷ അത് അപൂർണമിങ്ങഹോ വന്നു പോകുമ്പോഴേയും അർത്ഥസംഖ്യയാൽ. വളരെ നന്ദി സാറേ. നമ്മുടെ ഏറ്റവും ആദരണീയനായ ജോർജ് ഓണക്കൂർ സാറിനെ ഈ പരിപാടിയിലെ മുഖ്യ പ്രഭാഷണം നടത്താനായിട്ട് ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സാർ കേൾക്കാമോ ഞാൻ പറയുന്നേ? കേൾക്കാം സാർ, കേൾക്കാം. എല്ലാവർക്കും എൻ്റെ ഏറ്റവും വിനീതമായ നമസ്കാരം. ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ വന്ന് നിൽക്കുന്നത് ഇതാദ്യമാണ് എന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ ഹോമിയോ വൈദ്യശാസ്ത്ര രംഗത്ത് പ്രവർത്തിക്കുന്ന മഹത്തുക്കളുടെ ഒരു വേദിയാണ് ഇത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എനിക്ക് ഏറെ സന്തോഷം തരുന്ന ഒരു കാര്യം,
നമ്മുടെ PFPH ഇങ്ങനെ തുഞ്ചൻ ദിനം ആചരിക്കുന്നതിന് താല്പര്യമെടുത്തു എന്നുള്ളതാണ്. അതിനുവേണ്ടി ഒരു വെബിനാർ നടത്താൻ ശ്രദ്ധ ചെലുത്തി എന്നുള്ളത് ഒരു മലയാളി എന്നുള്ള നിലക്ക്, ഒരു ഭാഷാ അധ്യാപകൻ, സാഹിത്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു എളിയ വ്യക്തി എന്നുള്ള നിലക്ക് എന്നെ വല്ലാതെ അഭിമാനം കൊള്ളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊള്ളട്ടെ. ഇവിടെ ഉദ്ഘാടന പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ മലയാളി എവിടെയുണ്ടോ അവിടെ തീർച്ചയായും നമ്മുടെ സംസ്കാരത്തിന്റെ വെളിച്ചം പരക്കുന്നുണ്ട്, സംശയമൊന്നുമില്ല. മലയാളം എന്ന ഭാഷ നമ്മുടെ മാതൃഭാഷയാണ്. മറ്റ് ഏറെ ഭാഷകൾ നമുക്ക് വശംവദമാണ് എങ്കിലും മലയാളത്തിന് തുല്യമല്ല അത് എന്ന് നമുക്ക് അറിയാം. മഹാകവി വള്ളത്തോൾ വളരെ ശ്രദ്ധാപൂർവം എൻ്റെ ഭാഷ എന്ന കാവ്യത്തിൽ ഇത് വ്യക്തമായി സൂചിപ്പിച്ചിട്ടുണ്ട്. മറ്റുള്ള ഭാഷകളൊക്കെ നമുക്ക് പോറ്റമ്മമാരാണ്. പെറ്റമ്മ എന്ന് പറയുന്നത് നിശ്ചയമായും മലയാളമാണ്, മാതൃഭാഷയാണ്. നമ്മുടെ മൗലിക വികാരങ്ങൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ ജീവിത സങ്കല്പനങ്ങൾ ഒക്കെ കൃത്യമായി അടയാളപ്പെടുത്തുന്നത് മാതൃഭാഷയിലൂടെയാണ് എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. അപ്പോൾ നമുക്കൊരു ഭാഷയുണ്ട്, മലയാളം നമ്മുടെ മാതൃഭാഷയാണ്. ചിലർ പറയാറുണ്ട്, ഒരു ചെറിയ ഭൂവിഭാഗത്തിൽ ഒതുങ്ങുന്ന ഒരു ജനപദമാണ് നമ്മൾ. മലയാളി ജനസംഖ്യയിൽ കുറവാണ്. ഭൂമിശാസ്ത്രപരമായി അതിൻ്റെ അതിർത്തി എന്ന് പറയുന്നത് വളരെ വളരെ എന്താ പറയാ, ഒരു നാരോ ബ്രിഡ്ജ് പോലെ നിൽക്കുന്ന ഒന്നാണ് നമ്മുടെ ദേശ വിസ്തൃതി എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ചെറിയ ഭൂവിഭാഗത്ത് താമസിക്കുന്ന ചുരുക്കം വരുന്ന മലയാളി സമൂഹം, അവരുടെ ഭാഷയെക്കുറിച്ച് എന്താ ഇത്ര പറയാനിരിക്കുന്നത് എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടാവും. പക്ഷേ ആ ചിന്ത, ആ സന്ദേഹം തികച്ചും സാധുവല്ല എന്ന് നമുക്ക് പറയാൻ കഴിയും. എന്തെന്നാൽ നമ്മുടെ ഭാഷ സംസാരിക്കുന്ന ആളുകളുടെ എണ്ണം ഒരു പക്ഷേ കുറവായിരിക്കാം, അതുപോലെ ദേശവിസ്തൃതി കുറവായിരിക്കാം. എങ്കിലും മറ്റൊരു ഭാഷയേക്കാളും പിന്നിലല്ല നമ്മുടെ മലയാളം, നമ്മുടെ മാതൃഭാഷ എന്നുള്ളത് നിസ്സന്ദേഹമാണ്. ഇപ്പോ നമ്മുടെ നാട്ടിലേക്ക് വരാം, ഇന്ത്യയിലേക്ക് വരാം. ഇന്ത്യയിൽ അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന 22 ഭാഷകളിൽ മലയാളത്തിന് പ്രധാനമായ സ്ഥാനമുണ്ട് തീർച്ചയായിട്ടും. കാരണം സാഹിത്യ അക്കാദമി, കേന്ദ്ര സാഹിത്യ അക്കാദമി വർഷം തോറും നൽകുന്ന പുരസ്കാരങ്ങൾ നമ്മളെ തേടിയെത്തുന്നു. അത് സ്വാഭാവികം തീർച്ചയായും. അപ്പോൾ അങ്ങനെ ഒരു പുരസ്കാരം കൈനീട്ടി വാങ്ങാനുള്ള ഭാഗ്യം ഉണ്ടായ ഒരാൾ എന്നുള്ള നിലക്ക് ഞാൻ പറയുകയാണ്. മറ്റിന്ത്യൻ ഭാഷകളിൽ നിന്നുള്ള എഴുത്തുകാരോട് ഒത്ത് ഒരു സദസ്സിൽ ഇരിക്കുമ്പോൾ ഒരിക്കലും എനിക്കൊരു തല കുനിക്കേണ്ടി വന്നിട്ടില്ല, അല്ലെങ്കിൽ എൻ്റെ ഭാഷയെക്കുറിച്ച് ഒരു അപമതിയോടുകൂടി ചിന്തിക്കേണ്ടി വന്നിട്ടില്ല എന്ന് പറയുകയാണ്. എന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ, നിങ്ങൾ പറയും മലയാളം ശ്രേഷ്ഠ ഭാഷയാണ്. തീർച്ചയായിട്ടും ഇന്ത്യയിലെ വളരെ കുറച്ച് ഭാഷകൾ മാത്രമാണ് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചിട്ടുള്ളത്. മലയാളം അതിലൊന്നാണ്. അടുത്ത കാലത്ത് നമുക്ക് ശ്രേഷ്ഠ ഭാഷ പദവി കിട്ടി. ആ പദവി എന്ന് പറയുന്നത് ഭാഷയുടെ പ്രാചീനമായ പാരമ്പര്യം, പ്രാക്തന സൗന്ദര്യം കണക്കിലെടുത്തുകൊണ്ടാണ് നമ്മുടെ ഭാഷയ്ക്ക് ശ്രേഷ്ഠ ഭാഷാ പദവി നൽകിയിരിക്കുന്നത്. ആ പദവി നൽകി എന്നുള്ളതല്ലാതെ അതിനനുകൂലമായ ഗുണപരമായ ഘടകങ്ങളൊന്നും നിറവേറ്റപ്പെട്ടില്ല എന്നുള്ളത് ദുഃഖകരമായ മറ്റൊരു കാര്യമാണ്. ഒത്തിരി കാര്യങ്ങൾ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിക്കുന്നതോടുകൂടി നമ്മുടെ ഭാഷയ്ക്ക് സംസിദ്ധമാകേണ്ടതായിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ അതൊന്നും ഇനിയും നടപ്പായിട്ടില്ല എന്നുള്ളത് നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഡിലേ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. അത് ഭാഷയോടും സംസ്കാരത്തോടും പൊതുവെ ഇന്ന് പുലർന്ന് പോരുന്ന, മലയാളത്തോട് മാത്രമല്ല പൊതുവെ പുലർത്തപ്പെടുന്ന സമീപനത്തിന്റെ വൈകല്യമാണ് ചൂണ്ടിക്കാണിക്കുന്നത്, സൂചിപ്പിക്കുന്നത് എന്ന് തീർച്ചയായും എടുത്ത് പറഞ്ഞേ മതിയാവുകയുള്ളൂ. അങ്ങനെ ഒരു അവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്. എങ്കിലും ഇന്ത്യയിലെ സുപ്രധാനമായ ഭാഷ എന്നുള്ള നിലക്ക് മലയാളം അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നമുക്കെല്ലാം അഭിമാനം തരുന്ന കാര്യമാണ്. എന്തുകൊണ്ടാണ് മലയാളം അങ്ങനെ അംഗീകരിക്കപ്പെടുന്നത് നമ്മൾ ഓർമ്മിക്കുക. തീർച്ചയായിട്ടും ഈ ഭാഷയ്ക്ക് ഒരു പ്രാചീനത്വമുണ്ട്.
അതിനൊരു പാരമ്പര്യമുണ്ട്. നമ്മുടെ ദക്ഷിണ ഭാരതത്തിൽ നിലനിൽക്കുന്ന ഇതര ദ്രാവിഡ ഭാഷകളോട് താരതമ്യം ചെയ്യുമ്പോൾ സുപ്രധാനമാണ് നമ്മുടെ നില. തമിഴിനോടോ അല്ലെങ്കിൽ കന്നഡയോടോ തെലുങ്ക് ഈ ഭാഷകളോടൊക്കെ താരതമ്യം ചെയ്യുമ്പോൾ മലയാളത്തിന് തീരെയും തലകുനിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്? ഒരു ഭാഷയുടെ മഹത്വം നമ്മൾ അടയാളപ്പെടുത്തുന്നത് അതിൽ പ്രകാശിതമാകുന്ന ശ്രേഷ്ഠ കൃതികൾ, നമ്മുടെ പാരമ്പര്യത്തെ അടയാളപ്പെടുത്തുന്ന കൃതികൾ, മഹാകാവ്യങ്ങൾ അല്ലെങ്കിൽ ഇതിഹാസ ഗ്രന്ഥങ്ങൾ, അല്ലെങ്കിൽ തീർച്ചയായും നമ്മൾ പറയും വ്യാകരണ ഗ്രന്ഥങ്ങൾ, വ്യാകരണ വിധി, ഭാഷയുടെ വ്യാകരണ വിധി, ഇതൊക്കെ മുമ്പിൽ വെച്ചുകൊണ്ടാണ് ഒരു ഭാഷയുടെ പ്രാചീനത്വവും മഹത്വവും നമ്മൾ അടയാളപ്പെടുത്തുന്നത് എന്ന് നമുക്ക് പറയാം. സംശയമൊന്നുമില്ല. അപ്പൊ ഞാൻ അങ്ങനെ പറയാൻ ശ്രമിക്കുകയാണ്. എന്താണ് മലയാളത്തിന്റെ മെച്ചം? മലയാളത്തിന്റെ മെച്ചം അതിന്റെ തീർച്ചയായും ഇവിടെ സൂചിപ്പിച്ചതുപോലെ അതിന്റെ പ്രാചീനത്വമാണ്. ഒരു പഴയ ദ്രാവിഡ ഭാഷയാണ് മലയാളം. ആദ്യം ഭാഷയെക്കുറിച്ച് പറയുമ്പോൾ ആളുകൾ പറയാറുണ്ട് ഇത് തമിഴിൽ നിന്ന് പിറന്നതാണ്, പിന്നെ പറയും സംസ്കൃതത്തിൽ നിന്ന് പിറന്നതാണ്. എന്താ അങ്ങനെ പറയാൻ കാരണം? ഇത് തമിഴിൽ നിന്ന് പിറന്നതുമല്ല, സംസ്കൃതത്തിൽ നിന്ന് പിറന്നതുമല്ല. ആദി ദ്രാവിഡ ഭാഷയിൽ നിന്ന്, മൂല ദ്രാവിഡ ഭാഷയിൽ നിന്ന് ഉദ്ഭവിച്ച ഒരു സ്വതന്ത്ര ഭാഷ തന്നെ ആണ് മലയാളം എന്നാണ് ഭാഷാ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം? മറ്റു ഭാഷകൾ നമ്മുടെ മേൽ ചില സ്വാധീനങ്ങൾ ചെലുത്തിയിട്ടുണ്ട്. നമുക്കറിയാം, രാഷ്ട്രീയം പലപ്പോഴും ഒരു വിഷയമാണ്. നമ്മുടെ ദക്ഷിണ ഭാരതത്തിൽ ചേര, ചോള, പാണ്ഡ്യ ഭൂവിഭാഗങ്ങൾക്ക് ഇടയിൽ രാഷ്ട്രീയമായ അധികാരം ഏറ്റവും കൂടുതൽ ശക്തിപ്പെട്ടിരുന്നത് ചോളദേശത്താണ്, അഥവാ തമിഴകത്താണ് എന്ന് നമുക്ക് പറയാം. അതുകൊണ്ട് എന്ത് പറ്റി? മലയാള ഭാഷയിൽ അല്ലെങ്കിൽ ദക്ഷിണേന്ത്യൻ ദ്രാവിഡ ഭാഷകളിൽ തമിഴിന്റെ അധീശത്വം കൂടുതൽ പ്രകടമായ ഒരു ആദ്യകാലം ഉണ്ടായിരുന്നു. ആ കാലത്തെ കൃതികൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഇത് തമിഴിന്റെ ഒരു സ്വാധീനത ഉണ്ടല്ലോ ഈ ഭാഷയിൽ എന്ന് പറയാം. തീർച്ചയായിട്ടും പറയാം. പറയുന്നത് യാതൊരു തെറ്റും ഇല്ല, അപാകതയും ഇല്ല. അതിന് കാരണം രാഷ്ട്രീയമാണ് എന്ന് ഞാൻ പറയുകയാണ്. കൂടുതൽ ശക്തമായ ഒരു ഭരണകൂടം ചോളദേശത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് ചേരനാടിന്റെ ഭാഷയായ മലയാളത്തിൽ അതിന്റെ അതിപ്രസരം ഉണ്ടായത്. അല്ലാതെ തമിഴിൽ നിന്ന് മലയാളം പിറന്നതുകൊണ്ടല്ല. കുറെ കഴിഞ്ഞപ്പോ എന്താ സംഭവിച്ചത്? തമിഴ് ഭാഷയ്ക്ക് അധീശത്വം പുലർത്തിയിരുന്ന സ്ഥാനത്ത് സംസ്കൃതത്തിന്റെ ആധിപത്യം വന്നു. സംസ്കൃത ഭാഷ ദക്ഷിണ ഭാരതത്തിലെ ഭാഷകളെ സ്വാധീനിക്കാൻ തുടങ്ങി. അതിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ഉണ്ടായത് തീർച്ചയായിട്ടും ഞാൻ പറയാം, സമ്മതിക്കാം, മലയാളത്തിലാണ്. കാരണം തമിഴന്മാർക്കൊരു റെസിസ്റ്റൻസ് ഉണ്ട്, ഒരു പ്രതിരോധമുണ്ട്. അവരുടെ ഭാഷയിലേക്ക് മറ്റൊന്ന് കടന്നു വരുന്നതിന് അവരുടെ പ്രതിരോധം സൃഷ്ടിക്കുന്ന സ്വഭാവമുണ്ട്. പക്ഷെ മലയാളിയുടെ ഒരു രീതി എന്ന് പറയുന്നത് ആദാന പ്രദാനങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകളാണ് നമ്മൾ. അതുകൊണ്ട് തമിഴ് ഭാഷ മലയാളത്തിന്റെ മേൽ എങ്ങനെ അധികാരത്തിന്റെ സ്വാധീനം ചെലുത്തുകയോ അതുപോലെ സംസ്കാരത്തിന്റെ ഒരു സ്വാധീനം തീർച്ചയായും സംസ്കൃതം മലയാള ഭാഷയുടെ മേൽ ചെലുത്തുകയുണ്ടായി. സംസ്കൃതത്തിലെ കൃതികൾ മലയാളത്തിലേക്ക് വന്നു. സംസ്കൃതത്തിന്റെ ഭാഷാ രീതി അതിന്റെ തദ്ഭവ സ്വഭാവത്തിൽ മലയാളത്തിൽ പ്രത്യക്ഷമായി. അതുകൊണ്ട് ഏറെ മലയാള പദങ്ങൾ അതിന്റെ ശരിയായ സംസ്കൃത രൂപത്തിൽ തന്നെ മലയാളത്തിൽ കയറിപ്പറ്റി എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. അപ്പൊ ആ ഒരു കാലഘട്ടം എടുക്കുമ്പോൾ ആദ്യം തമിഴിന്റെ സ്വാധീനം, തമിഴ് പ്രഭാവ കാലഘട്ടം, പിന്നെ സംസ്കൃത പ്രഭാവ കാലഘട്ടം, അങ്ങനെ സംസ്കൃതത്തിന്റെ പ്രഭാവം വന്നു. വന്നപ്പോൾ എന്താ പറ്റി? സംസ്കൃത കൃതികൾ മലയാളത്തിലേക്ക് വന്നു. അതിനകത്ത് തെറ്റൊന്നുമില്ല. സംസ്കൃത കൃതികൾ മലയാളത്തിലേക്ക് ഭാഷാന്തരം ചെയ്യപ്പെട്ടു എന്നുള്ളത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷേ സംസ്കൃത ഭാഷയിൽ പുലർന്നിരുന്ന ചില സമീപനങ്ങൾ മലയാളത്തിന്റെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ് വാസ്തവം. കാരണം അവിടെ ഉണ്ടായിരുന്ന ഇപ്പൊ സന്ദേശകാവ്യങ്ങൾ അല്ലെങ്കിൽ ഉണ്ണിയാടി ചരിതം പോലുള്ള കൃതികൾ, കുറച്ച് അശ്ലീല പ്രതീതി ഉളവാക്കുന്ന വിധത്തിലുള്ള കൃതികൾ, അല്ലെങ്കിൽ സംസ്കാരത്തിനെ അത്ര നേരിട്ട് നമുക്ക് എടുത്തു പറയാൻ കഴിയാത്ത വിധത്തിലുള്ള അപക്വമായ ചില സമീപന രീതികൾ പുലർത്തുന്ന കാവ്യങ്ങൾ മലയാളത്തിലേക്ക് വന്നു എന്നുള്ളത് പറയാം. ചമ്പുക്കൾ വന്നു. ചമ്പുക്കൾ മോശമെന്നല്ല, ചമ്പുക്കൾ വന്നു. അതുപോലെ സന്ദേശ കാവ്യങ്ങൾ വന്നു. അതുപോലെ മറ്റ് പല കൃതികളും, അത് ഏറ്റവും നല്ല കൃതികളല്ല, പലപ്പോഴും സംസ്കാരത്തിന് അത്ര ശോഭനമല്ലാത്ത ഭാഷ
ഭാവി സൃഷ്ടിക്കുന്ന തരത്തിലുള്ള കൃതികൾ മലയാളത്തിലേക്ക് വന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചെറിയ പ്രശ്നം എന്ന് പറയുന്നത് മലയാളത്തിന്റെ ഒരു അന്തസ്സ് അല്ലെങ്കിൽ ഭാഷയുടെ ഒരു മഹത്വം കുറച്ച് ഒന്ന് വികലമാക്കുന്ന വിധത്തിലുള്ള ഒട്ടേറെ ശൃംഗാര കാവ്യങ്ങൾ മലയാളത്തിലേക്ക് കടന്നു വന്നു എന്നുള്ളതാണ്. ശൃംഗാരം മോശമെന്നല്ല, നവരസങ്ങളിൽ ഒന്നാണ് ശൃംഗാരം, നമുക്കറിയാം. പക്ഷേ ശൃംഗാര ജടിലമായ, പലപ്പോഴും ശ്ലീലമല്ലാത്ത, അല്ലെങ്കിൽ സംസ്കാര വിരുദ്ധം എന്ന് ഞാൻ പറയട്ടെ ധൈര്യമായിട്ട്, അങ്ങനെയുള്ള കൃതികൾ മലയാളത്തിലേക്ക് ധാരാളമായിട്ട് വന്നു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ വന്നപ്പോ എന്ന് വെച്ചാൽ മലയാളത്തിന്റെ ഒരു മഹത്വം, മലയാളത്തിന്റെ ഒരു മികവ് ഒന്ന് ഇടിഞ്ഞ് താഴുന്നോ എന്നുള്ള ദുഃഖമുണ്ടായി. ഇതിനിടയ്ക്ക് ശുദ്ധ മലയാള കൃതികൾ ഉണ്ടായിട്ടുണ്ട്, പാട്ടുകൃതികൾ ഉണ്ടായിട്ടുണ്ട്, കൃഷ്ണഗാഥ പോലുള്ള മനോഹരങ്ങളായിട്ടുള്ള നാടൻ ശീലിൽ എഴുതപ്പെട്ട കാവ്യങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയുക, അതൊക്കെ ഉണ്ട് തീർച്ചയായിട്ടും. പക്ഷേ അതിനെ അതിലംഘിക്കും വിധത്തിലുള്ള ശൃംഗാര കാവ്യങ്ങൾ സംസ്കൃത പ്രഭാവ കാലഘട്ടത്തിൽ മലയാളത്തിലേക്ക് വന്നു. അപ്പോ അതിന്റെ അവസ്ഥ എന്താണ്, അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഭാഷയുടെ ഒരു സാംസ്കാരിക മഹത്വം പലപ്പോഴും അതിന് ഒരു ച്യുതി, നാശം സംഭവിച്ചു. ഭാഷയുടെ മഹത്വത്തിന് ഒരു ഇടവ് പറ്റി. അതുപോലെ നമ്മുടെ ഭാഷയുടെ ശുദ്ധി വേണ്ടത്ര വികസിപ്പിച്ച് എടുക്കുന്നതിന് നമുക്ക് കഴിയാതെ വന്നു. നമ്മുടെ വ്യാകരണ വിധികൾ മലയാള ഭാഷയിൽ സ്വതന്ത്രമായി നിലനിർത്തുന്നതിനുള്ള അവസരങ്ങൾ നമുക്ക് നിഷേധിക്കപ്പെട്ടു എന്നുള്ളത് സംഭവിച്ച കാര്യം ഞാൻ എടുത്ത് പറയുകയാണ്. ഇങ്ങനെയൊക്കെ വന്ന സമയത്താണ് ഒരു കാലത്തിന്റെ ആവശ്യം എന്ന പോലെ, കാലത്തിന്റെ പ്രചോദനം എന്ന പോലെ മലയാള ഭാഷയെ നവീകരിക്കേണ്ടതിന്റെ ആവശ്യകത ഏതാണ്ടൊരു 15-ാം നൂറ്റാണ്ട് കഴിയുമ്പോഴേക്ക് പ്രത്യക്ഷപ്പെടുകയാണ്. ശൃംഗാര കൃതികൾ, അതിൽ നിന്നുള്ള മോചനം ഉണ്ടാവണം. അതുപോലെ അശ്ലീല കാവ്യങ്ങളിൽ നിന്നുള്ള വിമോചനം നമുക്ക് ഉണ്ടാവണം. ഭാഷയുടെ വ്യാകരണ വിധികൾ ശക്തിപ്പെടണം. അതുപോലെ തന്നെ ഭാഷയുടെ തനിമ വെളിപ്പെടണം. ആ ഒരു ദാഹം ഒരു കാലഘട്ടത്തിന്റെ ആവശ്യമായിരുന്നു, അത് ഒഴിവാക്കാൻ കഴിയാത്ത ഒരവസ്ഥയായിരുന്നു എന്ന് ഞാൻ ഈ അവസരത്തിൽ വിനയപൂർവ്വം എടുത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ്. ആ സമയത്താണ് മലയാളത്തിൽ ഒരു പുതിയ സാംസ്കാരിക ശബ്ദം ഉയരുന്നത്, ഒരു യുഗ പരിണാമം സംഭവിക്കുന്നത്. അത് സംഭവിക്കാൻ കാരണം, അല്ലെങ്കിൽ ആ ഒരു വികാസത്തിലേക്ക് വഴിതെളിക്കുന്നത് നമുക്കറിയാം. മഹാകവി, ഭാഷാ പിതാവ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന മഹാകവി തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന്റെ സാഹിത്യ സബരിയോട് കൂടിയിട്ടാണ്. എഴുത്തച്ഛന് മുമ്പ് ഞാൻ മുമ്പേ സൂചിപ്പിച്ചു, ധാരാളം പാട്ട് കൃതികൾ അല്ലെങ്കിൽ കൃഷ്ണഗാഥ പോലുള്ള നമ്മുടെ ഹൃദയങ്ങളെ എളുപ്പത്തിൽ കീഴ്പ്പെടുത്തുന്ന, നമ്മുടെ സാഹിത്യ ആസ്വാദന ശീലത്തെ തൃപ്തിപ്പെടുത്തുന്ന നല്ല കൃതികൾ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. പക്ഷേ മലയാളത്തിന്റെ ഒരു സ്വത്വം സൃഷ്ടിക്കുന്ന, വ്യാകരണ വിധികൾ കൃത്യമാക്കുന്ന, നമ്മുടെ ലിപിയും നമ്മുടെ ഭാഷാ പ്രയോഗങ്ങളും ഒക്കെ കൃത്യമായി ചിട്ടപ്പെടുത്തുന്ന ഒരു ഭാഷാ കാവ്യ പദ്ധതി രൂപം കൊള്ളുന്നത് മഹാകവി എഴുത്തച്ഛൻ, ഭാഷാപിതാവായ എഴുത്തച്ഛനിലൂടെയാണ് എന്ന് നമുക്ക് എടുത്ത് ഈ അവസരത്തിൽ പറയേണ്ടതുണ്ട് എന്നർത്ഥം. അത് 16-ാം നൂറ്റാണ്ടിൽ നമ്മുടെ ഭാഷയിൽ, നമ്മുടെ ദേശത്ത്, സംസ്കാരത്തിൽ ശക്തിപ്പെട്ട ഭക്തി പ്രസ്ഥാനം, ഏതാണ്ട് ആ ഒരു കാലഘട്ടം 16-ാം നൂറ്റാണ്ട് എന്ന് പറയുന്നത് മലയാളത്തിൽ മാത്രമല്ല, പൊതുവെ ഭക്തി പ്രസ്ഥാനം എന്ന് വെച്ചാൽ എല്ലാ മനസ്സുകളും ഈശ്വരനിലേക്ക് കേന്ദ്രീകരിക്കുക, അല്ലെങ്കിൽ മഹത്വപൂർണമായ ഒരു ലോകത്തേക്ക് ശ്രദ്ധ തിരിയുക, മനസ്സിനെ മലീമസപ്പെടുത്തുന്ന വിധത്തിലുള്ള എഴുത്തുകളും കൃതികളും നിരുത്സാഹപ്പെടുത്തുക, സ്വതന്ത്രമായ വ്യാകരണ വിധി പുലർത്തിക്കൊണ്ട് മലയാളത്തിന്റെ തനിമ ഉൾക്കൊള്ളുന്ന, ഭാഷയുടെ മഹത്വം ഉൾക്കൊള്ളുന്ന കൃതികൾ എഴുതപ്പെടുക, പ്രചരിപ്പിക്കപ്പെടുക എന്നുള്ളൊരു അവസ്ഥാവിശേഷം ഉണ്ടായി. അത് 16-ാം നൂറ്റാണ്ടിലാണ്. എ ഡി എന്നിപ്പോ നമ്മൾ പറയില്ല, സി 16-ാം നൂറ്റാണ്ടിലാണ്, കോമൺ ഇറ എന്നല്ലേ നമ്മൾ പറയാം. ആ 16-ാം നൂറ്റാണ്ടിലാണ് ഭക്തി പ്രസ്ഥാനത്തിന്റെ വികാസഘട്ടം സംഭവിക്കുന്നത്. അതിനെ അടയാളപ്പെടുത്തുന്ന മലയാളത്തിന്റെ മഹാകവി തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ്. അപ്പൊ മലയാളത്തിൽ അദ്ദേഹം ഒരു ശുദ്ധമായ ഭാഷാ ശൈലി ഉണ്ടാക്കി, സ്വതന്ത്രമായ ഒരു ശില്പ ഭംഗി ഉണ്ടാക്കി,
തമിഴിൽ നിന്നും സംസ്കൃതത്തിൽ നിന്നും വ്യതിരിക്തമായി മലയാള തനിമയുള്ള ഒരു ഭാഷാ സമ്പ്രദായം രൂപപ്പെടുത്തുന്നത് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനോട് കൂടിയിട്ടാണ്. എഴുത്തച്ഛന്റെ കിളിപ്പാട്ട് വൃത്തത്തിൽ എഴുതപ്പെട്ട നമുക്കെല്ലാം അറിയാവുന്ന വിധത്തിലുള്ള ഭാരതം കിളിപ്പാട്ട്, അധ്യാത്മരാമായണം കിളിപ്പാട്ട് വൃത്തമാണ്. അപ്പൊ അവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കവിത എഴുതുന്നത് മുമ്പൊക്കെ സംസ്കൃത വൃത്തങ്ങളായിരുന്നു എങ്കിൽ എഴുത്തച്ഛന്റെ കാലമാകുമ്പോഴേക്ക് അത് ദ്രാവിഡ വൃത്തങ്ങൾ എന്ന് അടയാളപ്പെടുത്താവുന്ന കിളിപ്പാട്ട് വൃത്തങ്ങളിലേക്ക്, മഞ്ചരി തുടങ്ങിയ വൃത്തങ്ങളിലേക്ക് അത് മാറുകയാണ് ചെയ്യുന്നത് എന്നർത്ഥം. അപ്പൊ അങ്ങനെ വന്നപ്പോ എഴുത്തച്ഛന്റെ കൃതികൾ ഭാരതം കിളിപ്പാട്ട്, അതുപോലെ അധ്യാത്മരാമായണം കിളിപ്പാട്ട്, ഇതിനെ ഞാൻ പ്രത്യേകം ആക്ഷേപമായിട്ട് പറയുകയാണ്. ഭാഗവതം കിളിപ്പാട്ടിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. ഈ രണ്ട് കൃതികൾ നമുക്ക് നിരാക്ഷേപമായും അല്ലാതെ കൃതികൾ നമ്മൾ പറയാറുണ്ട് എങ്കിലും സാഹിത്യ ചരിത്രകാരന്മാർ യാതൊരു സന്ദേഹവും നിസ്സന്ദേഹം അടയാളപ്പെടുത്തുന്ന രണ്ട് കാവ്യങ്ങളാണ് ഭാരതം കിളിപ്പാട്ടും അധ്യാത്മരാമായണം കിളിപ്പാട്ടും. എഴുത്തച്ഛന്റെ കൃതികളാണ്. ഈ കൃതികൾ തീർച്ചയായിട്ടും നമുക്ക് വളരെ ശ്രദ്ധിച്ച് പഠിക്കുകയും വിശദമായി ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ ഈ ഒരു പ്രസംഗ സമയത്ത് അതിനുള്ള സാവകാശമില്ലാത്തത് കൊണ്ട് അതിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. ഞാൻ സാമാന്യമായി പറയുകയാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, എഴുത്തച്ഛനെ അറിയുക എന്ന് പറഞ്ഞാൽ കിളിപ്പാട്ട്, ഭാരതം കിളിപ്പാട്ട്, അധ്യാത്മരാമായണം കിളിപ്പാട്ട്, ഈ കൃതികളെ അറിയണം. എങ്കിൽ മാത്രമേ ആരാണ് എഴുത്തച്ഛൻ, അല്ലെങ്കിൽ മറ്റ് എഴുത്തുകാരിൽ നിന്ന് എഴുത്തച്ഛൻ എന്താണ് പ്രത്യേകതയുള്ളത്, മറ്റ് കാവ്യങ്ങളിൽ നിന്ന് അധ്യാത്മരാമായണം കിളിപ്പാട്ടിന് അല്ലെങ്കിൽ ഭാരതം കിളിപ്പാട്ടിന് എന്താണ് പ്രത്യേകതയുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കണം. രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, തീർച്ചയായും അത് കിളിപ്പാട്ട് വൃത്തത്തിൽ എഴുതപ്പെട്ടു എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ്. എന്തിനാണ്? അതൊരു പാട്ട് വൃത്തമാകുമ്പോൾ ജനകീയമാകും, ആളുകൾക്ക് ചൊല്ലാൻ, വായിച്ച് ആസ്വദിക്കാൻ ഒരവസരമുണ്ടാകുന്ന ശൈലി ഭംഗി ആ കൃതികൾക്ക് ഉണ്ട് എന്നുള്ളതാണ്. ഉദാഹരണം ഞാൻ പറയാം. ഇപ്പൊ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ അങ്ങനെ വൈകുന്നേരം ഞങ്ങളുടെ വീട്ടിലൊക്കെ പ്രാർത്ഥന ചൊല്ലുന്ന സമയത്ത് തൊട്ടടുത്ത വീടുകളിൽ നിന്ന് ഉയരുന്ന മധുരമായ സംഗീതത്തിന്റെ ശബ്ദങ്ങളുണ്ട്, താളമുണ്ട്. അത് കടന്നു വരുമ്പോൾ ഞങ്ങളെല്ലാം അതിന് ശ്രദ്ധ കൊടുക്കും. എന്താണ്? അത് മനോഹരമായ കിളിപ്പാട്ട് വൃത്തത്തിൽ എഴുതപ്പെട്ട അധ്യാത്മരാമായണം ആണ്. അധ്യാത്മരാമായണം നമ്മുടെ നാട്ടിലെ ഗൃഹാന്തരീക്ഷത്തിൽ മഹത്തായിട്ടുള്ള ഒരു ശബ്ദമായി, പ്രാർത്ഥനയായി മുഴങ്ങുമ്പോൾ അത് ശ്രദ്ധിക്കാൻ, അത് നമ്മുടെ സമൂഹത്തിൽ ഒരു മാറ്റം വരുത്തുന്നു, അല്ലെങ്കിൽ സംസ്കാരത്തിന് ഒരു ഉന്നതി ഉണ്ടാക്കുന്ന വിധത്തിൽ അത് എഴുതിയിരിക്കുന്ന ശൈലി എന്ന് പറയുന്നത്, എഴുത്തു വഴി എന്ന് പറയുന്നത്, അതിന്റെ അന്തരീക്ഷം എന്ന് പറയുന്നത് നമ്മോട് വളരെ ചേർന്ന് നിൽക്കുന്ന ഒന്നാണ് എന്ന് പറയാണ്. അപ്പൊ അതിലെ എഴുത്തിന്റെ രീതിയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. എഴുത്തിന്റെ രീതി, ഉള്ളടക്കമോ? ഉള്ളടക്കം എന്താണ്? ഇപ്പോ വാൽമീകിയുടെ രാമായണവും എഴുത്തച്ഛന്റെ രാമായണവും തമ്മിൽ വ്യത്യാസമുണ്ട്. എഴുത്തച്ഛന്റെ രാമായണം എന്ന് പറയുമ്പോൾ ചിലർ ചോദിക്കും, അതൊരു തർജ്ജമയല്ലേ, അധ്യാത്മരാമായണം ഒരു തർജ്ജമയല്ലേ എന്ന് ചോദിക്കും. തർജ്ജമയാണ്, പക്ഷേ സ്വതന്ത്രമായ തർജ്ജമയാണ്, അല്ലെങ്കിൽ സ്വകീയമായ ഒട്ടേറെ സങ്കല്പനങ്ങൾ സൃഷ്ടിക്കുന്ന അതിസ്വതന്ത്രവും അതിമനോഹരവുമായിട്ടുള്ള തർജ്ജമയാണ് എങ്കിൽ, അതുകൊണ്ട് എഴുത്തച്ഛനെ ഒരു തർജ്ജമക്കാരൻ എന്ന് പറഞ്ഞ് അടയാളപ്പെടുത്തി ഒതുക്കാൻ ശ്രമിക്കുന്ന ആളുകളോട് ദയവായിട്ട് ആ പണി നിർത്തണം എന്ന് പറയാൻ നമുക്ക് ഭാഷാ അഭിമാനികൾക്ക് മടിക്കേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നത്. തർജ്ജമയല്ല, തർജ്ജമയാണ് പക്ഷേ അല്ല എന്ന് പറഞ്ഞാൽ അത് തർജ്ജമയാണ് കൃതികൾ, പക്ഷേ തനി സ്വതന്ത്രമായ അല്ലെങ്കിൽ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട്, സർഗപരമായ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് മനോഹരമായി എഴുതപ്പെട്ട മൗലിക കൃതികളെ വെല്ലുന്ന ഭംഗിയോടുകൂടി എഴുതപ്പെട്ട കൃതികളാണ് അധ്യാത്മരാമായണം കിളിപ്പാട്ടും മഹാഭാരതം കിളിപ്പാട്ടും എന്നുള്ളതിൽ യാതൊരു തർക്കവും ഇല്ല. അപ്പൊ ഒറ്റ ആളുകൾ ഇങ്ങനെ ചൊല്ലുകയാണ്. ചൊല്ലുമ്പോ എന്താണ്? ചൊല്ലാൻ സുഖം, ഭാഷാശൈലി സ്വതന്ത്രം, ഭാഷാശൈലി ഹൃദയത്തെ വല്ലാതെ ആകർഷിക്കുന്നത്, അതിന്റെ ആവിഷ്കാര ഭംഗി, കവിത സുന്ദരം, ഒപ്പം അത് ആവിഷ്കരിക്കുന്ന ജീവിത സങ്കല്പനം അല്ലെങ്കിൽ അന്തരീക്ഷം, അതിന്റെ ഉള്ളടക്കം, അത് അതിലും വിശേഷം എന്ന് നമുക്ക് പറയേണ്ടതുണ്ട് എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന ജീവിത സ്പർശിയായ സംഭവം. ഇപ്പോ അധ്യാത്മരാമായണത്തിൽ രാമൻ അല്ലെങ്കിൽ സീത, വാൽമീകി രാമായണത്തിൽ രാമനും സീതയല്ല, ആണ് അല്ല എന്ന് പറഞ്ഞാൽ ആ കഥാപാത്രങ്ങൾ അവിടെ ഉണ്ട് തീർച്ചയായിട്ടും. പക്ഷേ അതിന് കുറെ കൂടി ആഴത്തിലുള്ള ജീവിത ബന്ധം നൽകി നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാക്കി
ആ കഥയെ അവതരിപ്പിക്കുകയാണ്. രാമായണം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? രാമായണം എന്നാണ്. എന്ന് വെച്ചാൽ ഇരുട്ട്, രാമായണം, ഇരുട്ട് പോകണം എന്നർത്ഥം. വാൽമീകി തന്നെ അതൊരു ജീവിത ദുഃഖത്തിന്റെ കഥയായിട്ടാണ് പറയുന്നത് നമുക്കറിയാം. തീർച്ചയായിട്ടും അത് എഴുത്തച്ഛൻ എഴുതിയപ്പോ കുറെ കൂടി ജീവിതഗന്ധിയായി, കുറെ കൂടി ആധ്യാത്മിക പ്രഭാവമുള്ളതായി, മനുഷ്യനെ ഈശ്വരനോട് അടുപ്പിക്കുന്ന ഒരു മഹത്തായിട്ടുള്ള കാവ്യമായി, അതുപോലെ ആ കാലത്ത് നിലവിലിരുന്ന സംസ്കാര വിരുദ്ധ ശക്തികളെ എതിർക്കാൻ, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന പിന്നെ എന്താണ് സംസ്കൃതത്തിന്റെ ഒക്കെ ഫലമായി ഉണ്ടായ ചില അധമ വാസനകളെ എതിർത്ത് നിരുത്സാഹപ്പെടുത്തി മാറ്റിക്കളയാനുള്ള ഒരു വലിയ പ്രചോദനം ആ കൃതി നമുക്ക് നൽകി. അപ്പോ എങ്ങനെ അതിന്റെ ശൈലിയിൽ, ഭാഷാശൈലിയിൽ, അതിന്റെ ഉള്ളടക്കത്തിൽ, അത് നിത്യവും നമ്മുടെ വീടുകളിൽ അധ്യാത്മരാമായണം വായിക്കുകയും പാരായണം ചെയ്യുകയും പ്രാർത്ഥനയായി സ്വീകരിക്കുകയും ചെയ്തപ്പോഴുണ്ടായ വ്യതിയാനം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി എന്നുള്ളതാണ്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താ? ഈശ്വരനോടുള്ള നമ്മുടെ മനുഷ്യന്റെ പ്രാർത്ഥനയാണ്, സംശയമൊന്നുമില്ല. പക്ഷെ ഈശ്വരനും മനുഷ്യ മനസ്സും ലയിക്കുകയാണ്, സംയോജിക്കുകയാണ്, സമന്വയിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഉപനിഷത്ത് പറയുന്നത് തത്വമസി എന്നാണ്. തത്വം അസി, അത് നീ തന്നെയാണ്. നീ ആരാധിക്കുന്ന ഈശ്വരൻ ആരോ ആ ഈശ്വരൻ നീ തന്നെയാണ് എന്നാണ് നമ്മുടെ ഉപനിഷത്തുകൾ നമ്മളോട് പറയുന്നത്. ഇതുപോലെ രാമായണം നമ്മൾ വായിക്കുമ്പോൾ ആ രാമൻ നമ്മുടെ രാമനാവുകയാണ്, അല്ലെങ്കിൽ നാം രാമന്റെ മനസ്സ്, രാമമാനസം നമ്മുടെ സ്വന്തമാക്കുകയാണ്, ആ സംസ്കാരത്തെ നമ്മുടെ സ്വന്തമാക്കി തീർക്കുകയാണ് ചെയ്യുന്നത് എന്നർത്ഥം. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ കുടുംബ വ്യവസ്ഥയിൽ ഒക്കെ പുലരുന്ന അധമവാസനകളെ മാറ്റിക്കളഞ്ഞിട്ട് അതിനെ നവീകരിച്ച് ഒരു പുതിയ ആകാശവും ഒരു പുതിയ ഔന്നത്യവും സൃഷ്ടിക്കുകയാണ് അധ്യാത്മരാമായണം കിളിപ്പാട്ട് ചെയ്യുന്നത്. മഹാഭാരതം കിളിപ്പാട്ടും ചെയ്യുന്നത് അത് തന്നെയാണ്. വേറൊന്നുകൂടി ഞാൻ പറയാം. രാമായണവും മഹാഭാരതവും ഒക്കെ വായിക്കുമ്പോൾ ചിലർ പറയും അതൊരു എന്താണ്, ഒരു യുദ്ധത്തിന്റെ കഥയല്ലേ, അല്ലെങ്കിൽ അത്രയ്ക്ക് അതിൽ അപ്പുറത്തേക്ക് എന്തുണ്ടെന്ന് ചിന്തിക്കുന്ന ആളുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതൊക്കെ കാവ്യത്തിനപ്പുറം നിൽക്കുന്ന കാവ്യവിരുദ്ധമായ, സർഗവിരുദ്ധമായ സമീപനമാണെന്ന് പറഞ്ഞ് ഞാനിതിനെ തള്ളിക്കളയാൻ ആഗ്രഹിക്കുന്നു. വാസ്തവത്തിൽ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ഒരു ജീവിത ഭീഷണ സ്വന്തമാക്കുകയാണ്. ഒരു കൃതി എന്ന് പറയുക ഒരു സംസ്കാരമാണ്. ഒരു കൃതി ഒരു സംസ്കാരമാണ്. അധ്യാത്മരാമായണം നമ്മൾ പ്രാർത്ഥിക്കുന്നു, നമ്മൾ വായിക്കുന്നു, ആസ്വദിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു സംസ്കാരത്തെ തൊട്ട് അറിയുകയാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും അതെ. യുദ്ധത്തിന്റെ മേൽ സമാധാനത്തിന്റെ വിജയം, ദുഷ്ടന്മാരുടെ മേൽ ശിഷ്ടന്മാരുടെ വിജയം, ഇല്ലേ? രാവണൻ എന്ത് ശക്തിയാ? അപാരമായ ശക്തി ഉണ്ടായിരുന്ന ആളാണ് രാവണൻ. 10 തലയുള്ള ആളിന് മാത്രമല്ല, അത്ര വലിയ യുദ്ധവിജയങ്ങൾ നേടിയ ആൾ. ആ രാവണനെയാണ് രാമൻ പരാജയപ്പെടുത്തുന്നത്. അതുപോലെ 100 പേരുടെ ശക്തി, ഇല്ലേ? ഗുരുക്കന്മാരെല്ലാം ഒപ്പം, ദ്രോണരും കൃപരും എല്ലാം കൗരവന്മാരുടെ കൂടെയാണ്. പക്ഷേ പാണ്ഡവന്മാർക്കുണ്ടാകുന്ന വിജയം 5 പേർ, അവർ 5 പേർ കുന്തിപുത്രന്മാർ ഒരുമിച്ച് നിന്ന് അധർമ്മത്തോട് യുദ്ധം ചെയ്യുകയാണ്. അപ്പോ മഹാഭാരതത്തിൽ കുരുക്ഷേത്ര യുദ്ധത്തിൽ സംഭവിക്കുന്ന എന്താ? അധർമ്മത്തിന്റെ മേൽ ധർമ്മം വരിക്കുകയാണ്. അതുകൊണ്ടാണ് ഭഗവത്ഗീത ഏറ്റവും വലിയ ഉജ്ജീവന മന്ത്രമാണ്. അധർമ്മത്തിന്റെ മേൽ ധർമ്മത്തിന്റെ വിജയമാണ് കൊണ്ടാടുന്നത് എന്ന് പറയുന്നത്. ഇത് മഹാഭാരതത്തിൽ ഉണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയുക. പക്ഷെ എഴുത്തച്ഛൻ അത് ഹൃദയംഗമമായ വിധത്തിൽ കിളിപ്പാട്ട് വൃത്തത്തിൽ ഒരു കാവ്യമായി, കാവ്യസുന്ദരമായി നമുക്ക് നൽകിയ ആ ഒരു ഘട്ടം എത്തിയപ്പോൾ സംഭവിച്ചത് ഇത് ഹൃദയത്തിന്റെ ഭാഷയായിട്ട് മാറി. ഒരു കവിത അല്ലെങ്കിൽ സാഹിത്യം അനുഭവവേദ്യമാകണമെങ്കിൽ അത് നമ്മുടെ ഹൃദയത്തിന്റെ ഭാഷയാവണം, അത് മൗലികമാവണം, അത് നമ്മുടെ സംസ്കാരത്തെ ഉന്നമിപ്പിക്കുന്നതിന് ശക്തമായി തീരണം. ഉറപ്പിച്ച് നമുക്ക് പറയാലോ, ഈ കൃതികൾ അതിനെ സഹായിക്കുന്നതാണ് എന്ന് നമുക്ക് പറയാം, ശക്തമായിട്ട് പറയാൻ സാധിക്കും. അതുകൊണ്ടാണ് എഴുത്തച്ഛൻ പലതലങ്ങളിൽ, തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ പലതലങ്ങളിൽ ഭാഷാപിതാവായി കൊണ്ടാടപ്പെടുന്നത്. ഒന്ന്, ശൈലി നവീകരിച്ചു, വൃത്തം നവീകരിച്ചു, ഭാഷയ്ക്ക് അതിൻ്റെ ഒരു പൂർണ്ണമായ ഭംഗി, ശോഭ നൽകി. അതിൽ അവതരിപ്പിക്കുന്ന ജീവിത നിരീക്ഷണം, ജീവിത കഥകൾ അല്ലെങ്കിൽ ജീവിതത്തിന്റെ ചിത്രീകരണം എന്ന് പറയുന്നത് സംസ്കാരത്തിന് അനുരൂപമാക്കി രൂപാന്തരപ്പെടുത്തി എടുത്തു. അപ്പോൾ ഭക്തിപ്രസ്ഥാനം വഴി നമ്മുടെ സംസ്കാരത്തെ നവീകരിക്കുക,
ഭാഷയെ നവീകരിക്കുക, ഭാഷയുടെ മഹിമ നിലനിർത്താൻ ഉതകുന്ന വിധത്തിലുള്ള ഭാഷാ പദ്ധതികൾ, രചനാ വഴികൾ എഴുത്തച്ഛൻ കൈക്കൊള്ളുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് നമ്മൾ എഴുത്തച്ഛനെ ഭാഷാപിതാവ് എന്ന് വിളിക്കുന്നത്. എഴുത്തച്ഛന് മുമ്പും അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലും അത്തരമൊരു ശ്രമം നടന്നിട്ടില്ല. തീർച്ചയായിട്ടും ചെറുശ്ശേരിയുടെ കാവ്യങ്ങൾ ഹൃദയംഗമമാണ്, കൃഷ്ണഗാഥ, സംശയമൊന്നുമില്ല. പക്ഷേ ഭാഷയുടെ ഒരു നവീകരണമോ അല്ലെങ്കിൽ എഴുത്ത് ലിപികളുടെ പരിഷ്കരണമോ അല്ലെങ്കിൽ കൂടുതൽ അർത്ഥവത്തായിരിക്കുന്ന ഭാഷാ പ്രയോഗങ്ങളോ സാംസ്കാരികമായിരിക്കുന്ന ഒരു മഹത്തായിട്ടുള്ള ഉന്നമനമോ സൃഷ്ടിക്കുന്നതിന് ആ കാവ്യങ്ങൾ അതായിരുന്നില്ല അവയുടെ ലക്ഷ്യം. അത് പരാജയപ്പെട്ടതെന്ന് ഞാൻ പറയില്ല, ആയിരുന്നില്ല എന്ന് പറഞ്ഞൊഴിയുന്നതാവും ഭംഗി എന്നെനിക്ക് തോന്നുന്നു. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഭാഷയുടെ നവീകരണം, മലയാള ഭാഷയുടെ ഒരു പൂർണ്ണത ബോധത്തിന്റെ സൃഷ്ടി, അതുപോലെ തന്നെ കഥാപാത്രങ്ങളുടെ ഒരു ഒരു നാടകീയ ഭംഗിയോടുകൂടി കഥാപാത്രങ്ങളെ ആവിഷ്കരിക്കുന്ന സമ്പ്രദായം, ഇതൊക്കെ ചേർന്ന് വരുമ്പോഴേക്ക് മലയാള ഭാഷയെ അന്യൂനമാക്കി മഹത്തരമാക്കി നമ്മുടെ ജീവിത വൃത്തത്തിൽ പ്രതിഷ്ഠിക്കുന്നതിന് ഉതകുന്ന വിധത്തിലുള്ള തലത്തിലേക്ക് എത്തിപ്പെടുന്നതിനുള്ള ഒരു വഴി ഒരുക്കുന്നത് തീർച്ചയായും മഹാകവി തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ്. അതുകൊണ്ട് എഴുത്തച്ഛന്റെ കൃതികൾ, എഴുത്തച്ഛൻ ഈ മഹാകൃതികളിലൂടെ, മഹാകാവ്യങ്ങളിലൂടെ നമ്മുടെ സംസ്കാരത്തെ ഉന്നമിപ്പിക്കുന്നു, ഭാഷയെ നവീകരിക്കുന്നു, നമുക്ക് ഭാഷയ്ക്ക് ഒരു സാംസ്കാരികമായ അടിത്തറ, ആധാരശില ഉറപ്പിക്കുന്നു, കാവ്യശില്പം ഭദ്രമാക്കുന്നു, വ്യാകരണ വ്യവസ്ഥ കൃത്യമാക്കുന്നു, ലിപി പരിഷ്കരിക്കുന്നു. എല്ലാം വരുമ്പോഴത്തേക്ക് ഭാഷയുടെ അർത്ഥവും ആഴവും വ്യാപ്തിയും അടയാളപ്പെടുത്തുന്ന കൃതികളാണ് എഴുത്തച്ഛന്റെ കൃതികൾ. ഈ കൃതികളിലൂടെ മലയാള ഭാഷയ്ക്ക് മഹത്തായിട്ടുള്ള ഒരു ശ്രേഷ്ഠഭാവം എഴുത്തച്ഛൻ സൃഷ്ടിക്കുന്നു. അതുകൊണ്ട് തന്നെ മഹാകവി തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനെ ഭാഷാ പിതാവ് എന്ന് നാം കൊണ്ടാടുന്നു. അല്ല കേവലം ഒരു കാവ്യത്തിന്റെ പേരിലല്ല, അത് സൃഷ്ടിച്ച ഞാൻ പറഞ്ഞ മഹാകാര്യങ്ങളുടെ പേരിൽ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ മലയാള ഭാഷയുടെ പിതാവാണ്, ആധുനിക മലയാളത്തിന്റെ സൃഷ്ടാവാണ് എന്ന് നമ്മൾ യാതൊരു സന്ദേഹവുമില്ലാതെ അടയാളപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ തുഞ്ചൻ ദിനത്തിൽ എഴുത്തച്ഛനെ മനസ്സിലാക്കുക, എഴുത്തച്ഛൻ ഭാഷയ്ക്ക് ചെയ്ത സേവനം എന്താണ്, അസാധാരണമായ മറ്റാർക്കും സാധിക്കാത്ത വിധത്തിൽ ഈ മനീഷി, ഈ ഭാഷാ പിതാവ് അനുവർത്തിച്ച ശ്രേഷ്ഠമായ ധർമ്മങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഗ്രഹിക്കുക എന്നുള്ളത് സുപ്രധാനമായ കാര്യമാണ്. അതിന് അത്തരമൊരു പരിശ്രമത്തിന്, അത്തരമൊരു പഠനത്തിന് നമ്മുടെ വൈദ്യശാസ്ത്ര രംഗത്ത് നിൽക്കുന്ന മഹാന്മാരായിട്ടുള്ള ആളുകൾ ഔദാര്യത്തോടുകൂടി IFPH അല്ലേ, ഞാൻ ആദ്യമായിട്ടാണ് ബന്ധപ്പെടുന്നത്, അങ്ങനെ ഒരു ശ്രമം നടത്തുന്നു. അതിന് വിനീതനായ എന്നെയും ഇതിൻ്റെ ഒരു ഭാഗമാക്കി നിങ്ങൾ തീർത്തു. എനിക്ക് വലിയ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. ഭാരവാഹികൾക്ക് ഞാൻ നന്ദി പറയുന്നു. എന്നെ കേൾക്കുന്ന എല്ലാവരുടെയും മുമ്പിൽ വിനയപൂർവ്വം നമസ്കരിച്ചുകൊണ്ട് എൻ്റെ ഈ സംഭാഷണം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി സാർ, അങ്ങ് വളരെ ഉജ്ജ്വലമായി തന്നെ പറഞ്ഞു. തീർച്ചയായിട്ടും ഒരു സംശയവുമില്ല, അതൊരു സ്വരരാഗഗംഗ പ്രവാഹമായിട്ട് നമ്മുടെ കാതുകളിലെത്തി. ഹോമിയോപ്പതിയുടെ പ്രത്യേകത്തിൽ ഒരു മനുഷ്യന്റെ മനസ്സിനെ അപഗ്രഥിക്കാനുള്ള കഴിവ് തീർച്ചയായിട്ടും വാക്കുകൾ കൊണ്ടാണ്. ഒരു ഹോമിയോപ്പതി ഡോക്ടർക്ക് ധാരാളം വൊക്കാബുലറി ഇഷ്ടം പോലെ ഉണ്ടാവണം. അതിന് ഈ ഹനുമാന സംഭാഷണത്തെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം മുഖം നോക്കി ഓരോരുത്തരുടെ മനോനില തിട്ടപ്പെടുത്തുന്ന ഒരാളായിരുന്നു. അപ്പൊ ഹോമിയോപ്പതി ഡോക്ടർ സാമുൽ ഹനിമാനും ആ രീതിയിൽ തന്നെ ആയിരുന്നു. വളരെ നന്നായിരുന്നു. അങ്ങ് പറയുമ്പോൾ അതിന് തുടർന്ന് പറയുമ്പോൾ ശരിക്കും ആലോചിക്കുന്നത്, അതായത് എഴുത്തച്ഛൻ പറഞ്ഞിട്ടുള്ള കാകൻ പറന്ന് പുനരന്നങ്ങൾ പോകുന്ന വഴി പോകുന്ന പോലെ തോന്നി. അപ്പം സാറ് പറഞ്ഞു പിന്നെ പറയുമ്പോൾ ശരിക്കും അതാണ് അവസ്ഥ. എന്തായാലും പറയാൻ നിവൃത്തിയില്ല. അതുപോലെ നമ്മുടെ വള്ളത്തോട് പറഞ്ഞിട്ടുണ്ട്, കാവ്യം സുഗേയം കഥരാഘവീയം കർത്താവ് തുഞ്ച തിളവായ ദിവ്യൻ ചൊല്ലുന്നതോ ഭക്തി മയസ്വരത്തിൽ ആനന്ദലബ്ധിക്ക് ഇനി എന്ത് വേണം. അപ്പൊ അങ്ങയുടെ പ്രഭാഷണം കേട്ടപ്പോൾ അത് തന്നെയാണ് തോന്നിയത്, ആനന്ദലബ്ധിയിൽ ആറാടി നിൽക്കുകയാണ്. എന്തായാലും ഈ പരിപാടിയിൽ ഇനിയും നമ്മൾക്ക് സമയമുണ്ട്. ആദരണീയരായ ഡോക്ടർമാര് തീർച്ചയായിട്ടും പങ്കെടുക്കണം. ഇതിൽ സംസാരിക്കാൻ താല്പര്യമുള്ള ദയവായിട്ട് ഹാൻഡ് റൈസ് ചെയ്യുക. സലിംകുമാർ ഡോക്ടറെ. ഓണക്കൂർ സാറ് രണ്ട് ചോദ്യങ്ങളുള്ളൂ. ഒന്ന്, ഒരിടത്തിൽ ചിന്തിക്കുമ്പോൾ മലയാളത്തെ ഒരു താമര ആണെന്ന് പറയാം അല്ലെ. അതായത് നിൽപ്പ് ചെളിയിൽ നിന്നാണെന്ന് ഉണ്ടായത്. അതായത്
നമ്മളുടെ ലീലാതിലകം പോലെയുള്ള ഗ്രാമർ പുസ്തകങ്ങളിൽ പോലും ഏറ്റവും നല്ല ശ്ലോകത്തിന് ഉദാഹരണങ്ങൾ പറഞ്ഞേക്കുന്നത് പച്ചയായ അശ്ലീല വർണ്ണനകളാണ്. അപ്പൊ അവിടെ നിന്നാണ് നമ്മൾ ഈ നിലത്തിൽ നിൽക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ മലയാളത്തിന്റെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു മലയാളത്തെ ഒരു താമരയോട് ഉപമിക്കാം. രണ്ടാമത്തേത് എനിക്ക് തോന്നുന്നത് ഈ തുഞ്ചത്തെഴുത്തച്ഛന്റെ അത്രയും നന്നായിട്ട് ഒരു കമന്റേറ്റർ പോലെ എഴുതിയിരിക്കുന്ന ആരെങ്കിലും മലയാള ഭാഷയിൽ പിന്നീട് ഉണ്ടായിട്ടുണ്ടോ? അറിയാൻ പറ്റുമോ? കാര്യം ഇപ്പോ അദ്ദേഹം രാമായണത്തിലെ രാമ വർണ്ണന അവിടെ പോയി നിന്ന് കണ്ടതുപോലെയാണ് അദ്ദേഹം വർണ്ണിച്ചിരിക്കുന്നത്. ഇപ്പൊ ശ്രീകൃഷ്ണനെ വർണ്ണിച്ചിട്ടുണ്ട്, നിറന്ന പീലികൾ നിരക്കവേ എന്നൊക്കെയുള്ളത്. അതുപോലെ അവിടെ പോയി നിന്ന് ഈ യുദ്ധമൊക്കെ വർണ്ണിക്കുന്നത് കണ്ടു കഴിഞ്ഞാല് അദ്ദേഹം അവിടെ ആ സമയത്ത് യുദ്ധം നടക്കുന്നിടത്തുണ്ടായോ എന്ന് തോന്നിപ്പോകും. അപ്പൊ അത്രത്തോളം ഒരു വർണ്ണന മറ്റാർക്കെങ്കിലും മലയാളത്തിൽ സാധിച്ചിട്ടുണ്ടോ? വേറെ ഏതെങ്കിലും കൃതികളിൽ ഉണ്ടോ? എനിക്ക് അറിയില്ല. അതിനോട് തുല്യമാക്കാവുന്ന, അതിനൊപ്പം നിൽക്കാവുന്ന ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? രണ്ട് കാര്യം അതിനകത്ത് സൂചിപ്പിച്ചു. ഒന്ന്, ഈ പിന്നെ ലീലാതിലകത്തിലെ ശ്ലോകത്തെ കുറിച്ച് പറഞ്ഞില്ലേ, നമ്മുടെ ഈ സംസ്കൃത അതിപ്രസര കാലഘട്ടത്തിൽ സംഭവിച്ച ഒരു അപകടം. ഞാനൊരു പ്രത്യേക ജാതിയുടെ പേര് പറഞ്ഞിട്ട് ഞാൻ പറയുന്നില്ല. കവിത അല്ലെങ്കിൽ സാഹിത്യമൊക്കെ ഒരു ആഡംബര വസ്തുവാണ്, അല്ലെങ്കിൽ വിശ്രമ സമയങ്ങളിൽ വിനോദിക്കാനുള്ള ഒരു ഉപകരണമാണ് എന്ന് ചിന്തിച്ചിരുന്ന ഒരു പ്രഭുത്വം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് ക്ലിയർ ആയി എന്ന് എനിക്ക് തോന്നുന്നു. ഇടവേളകളിലെ ഒരു രസ വസ്തുവാണ് സാഹിത്യം എന്ന് കരുതി അതിനെ ആ രീതിയിൽ സമീപിച്ചിരുന്ന ഒരു പ്രഭുത്വം ഏതാണ്ട് ഒരു 14, 15, 16 കാലഘട്ടങ്ങളുണ്ടായി. അതുകൊണ്ടാണ് ഈ ഉണ്ണിച്ചിരുദേവി ചരിതം, ഉണ്ണിയാടി ചരിതം പോലുള്ള കുറച്ചൊരു അശ്ലീല പ്രതീതി സൃഷ്ടിക്കാവുന്ന വിധത്തിലുള്ള കൃതികൾ ഉണ്ടായത് എന്നുള്ളത് നമ്മൾ മറക്കരുത്. അപ്പൊ അതിന്റെ ഒരു അതിപ്രസരമുണ്ടായി. അതിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഭക്തിരസം തുളുമ്പുന്ന വിധത്തിലുള്ള കാവ്യങ്ങൾ എഴുത്തച്ഛൻ എഴുതിയത്. അത് തീർച്ചയായിട്ടും വലിയ കാര്യമാണ്, എടുത്തു പറയുന്ന മഹത്വമാണ്, ഭാഷയ്ക്ക് കിട്ടിയ ഒരു അഭിമാനമാണ്, നിധിയാണ്. പിന്നെ വേറൊന്ന്, എഴുത്തച്ഛന് ശേഷം അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്ന് ആ കാലഘട്ടത്തിൽ ചോദിച്ചാൽ നമുക്ക് കുഞ്ചൻ നമ്പ്യാരുടെ സേവനങ്ങൾ നിസ്സാരമായിട്ട് കരുതാൻ പറ്റില്ല. കുറെ കൂടി ഒരു എന്താ പറയുക, ദൃശ്യകലാ ഭംഗി നൽകിക്കൊണ്ട് ഈ പുരാണ കാവ്യങ്ങളെ കുഞ്ചൻ നമ്പ്യാർ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് എഴുത്തച്ഛന് ശേഷം. അപ്പൊ തുള്ളൽ കൃതികൾ എന്ന് പറയുന്നത്, ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഗുരുക്കന്മാർ തരുന്ന ഒരു താരതമ്യമുണ്ട്. എഴുത്തച്ഛൻ നമ്മയൊക്കെ ഈശ്വര സന്നിധിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ കുഞ്ചൻ നമ്പ്യാർ ഈശ്വരന്മാരെയൊക്കെ മനുഷ്യരാക്കി നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത്. ആ മാനവികത എടുത്തു പറഞ്ഞുകൊണ്ട് അഭിനന്ദിച്ചിട്ടുള്ള ഗുരുക്കന്മാരെ ഞാൻ നമസ്കരിക്കുന്നു ഈ സമയത്ത്. അപ്പൊ നമ്പ്യാരുടെ കൃതികൾ അതിനൊരു ജനകീയ സ്വഭാവമുണ്ട്. പക്ഷെ ഒരു ആഢ്യ ഭാവം, ഒരു സമ്പൂർണത, പ്രത്യേകിച്ച് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഭാഷാപരമായ ഒരു മഹത്വം സൃഷ്ടിക്കുന്ന കാര്യത്തിൽ എഴുത്തച്ഛനാണ് എപ്പോഴും മുമ്പിൽ നിൽക്കുന്നത്. എഴുത്തച്ഛൻ ഉറപ്പിച്ച ആ ആധാരത്തിലാണ് പിന്നാലെ വന്ന മഹാന്മാരൊക്കെയും കാല് ഉറപ്പിച്ചു നിന്നത്. ഭാഷ പോലും അത് ഇടറാത്ത ഒരവസ്ഥയിൽ നിലകൊള്ളാൻ ഇടയായത് എന്നുള്ള കാര്യം നമുക്ക് മറക്കാൻ പറ്റില്ല. അതാണ് എഴുത്തച്ഛന്റെ മഹത്വം എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാലോ, നമ്മുടെ ഭഗവാൻ തന്നെ നേരിട്ട് ഇടപെട്ടിട്ടുണ്ടല്ലോ. കേളിയേറിന മേൽപ്പത്തൂരിന് ഭക്തിയെക്കാളിക പൂന്താനത്തിന് ഭക്തിയാണ് എനിക്കിഷ്ടമെന്ന് നല്ലൊരു കൊട്ട് ഈ സംസ്കൃത ഗർവിന് കൊടുത്തിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. അടുത്ത നാരായണ പണ്ടാല സാറിന് ക്ഷണിക്കാം. നാരായണ പണ്ടാല സാറേ അൺമ്യൂട്ട് ചെയ്യാമോ? നാരായണ പണ്ടാല സാർ, ആരെങ്കിലും സംസാരിക്കുന്ന ദയവായിട്ട് ഹാൻഡ് റൈസ് ചെയ്യുക. നമ്മുടെ ആദരണീയനായ ഓണക്കൂർ സാറുമായിട്ട് സംവദിക്കാനുള്ള ഒരു സുവർണ അവസരമാണ്. അത്രയും ഔന്നത്യത്തിൽ നിൽക്കുന്ന ഒരാള് നമുക്കില്ല എന്ന് വേണം പറയാം. ഇന്നലെയും ഒരുപാട് പ്രഭാഷണങ്ങൾ നടത്തി ശിവഗിരിയിൽ പോയിരുന്നു. പണ്ടാൽ സാർ സംസാരിക്കാമോ? സാർ അൺമ്യൂട്ട് ചെയ്യാമോ? സാർ അൺമ്യൂട്ട് ചെയ്യും. സാറേ താഴെ ഒരു മൈക്ക് സിമ്പൽ ഉണ്ട്, അവിടെ തൊട്ടാൽ മതി. മൊബൈലിന്റെ താഴെയായിട്ട് അൺമ്യൂട്ട് ചെയ്ത് സാറേ. കേൾക്കാൻ വയ്യല്ലോ സാറേ, അൺമ്യൂട്ട് ചെയ്യാമോ? റെഡി ആയിട്ടില്ല സാറേ, അൺമ്യൂട്ട് ചെയ്യാമോ? തമിഴിന്റെ സ്വാധീനത്തെ കുറിച്ച് സാറ് പറഞ്ഞല്ലോ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ കൃതികളിലൊന്നായ മണിമേഖലയുടെ കർത്താവ് ഇവിടെ നിന്ന് ചേർത്തലയിൽ നിന്ന് പോയൊരു ചാത്തനാരാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ മലയാളത്തിന്റെ സ്വാധീനം നമുക്കറിയാം. എം ജി രാമചന്ദ്രൻ മുഖ്യമന്ത്രിയെ കൊടുത്തത് മലയാളമാണ്.
പല കാര്യങ്ങളിലും തമിഴ്നാട് നയിക്കുന്ന മലയാളം എന്നൊക്കെ നമുക്ക് അഭിമാനപൂർവ്വം പറയാൻ കഴിയും. സാർ അൺമ്യൂട്ട് ചെയ്യാമോ? സാർ മൊബൈലിൽ താഴെയായിട്ട് ഒരു മൈക്ക് സിമ്പിൾ ഉണ്ട് സാർ, അവിടെ തൊട്ടാൽ മതി. കിട്ടുന്നില്ല. ഓക്കെ. ലതാ മനോഹരൻ ഡോക്ടറെ, ഡോക്ടർ വളരെ ശ്രദ്ധാപൂർവം കേൾക്കുകയും നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഡോക്ടറെ എന്ത് പറയുന്നു? ജോർജ് ഓണക്കൂർ സാറിനെ നേരിട്ട് കാണാൻ ഇതുപോലൊക്കെ കാണാൻ പറ്റിയത് തന്നെ വലിയ ഒരു ഭാഗ്യമായിട്ട് തന്നെ കണക്കാക്കുന്നു. സത്യം. നമ്മുടെയൊക്കെ മനസ്സിൽ നമ്മൾ ചെറുപ്പമൊക്കെ ആയിരുന്നപ്പോ എപ്പോഴും കേൾക്കുന്ന ഒരു പേരാണല്ലോ. അപ്പം അങ്ങനെ ഒരു പ്രധാനപ്പെട്ട ആള് നമ്മുടെ IFPSന്റെ പരിപാടിക്ക് വന്ന് സാഹിത്യപരമായി കാര്യങ്ങൾ, പിന്നെ എഴുത്തച്ഛന്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അത് ഭക്തിരസം ഏറ്റവും കൂടുതൽ സാധാരണ ജനങ്ങളിലേക്ക് ഭക്തിരസം ഒഴുക്കി ആ ഭക്തിയുടെ ഒരു അത് ഒരു രസമായിട്ട്, രസം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ രസങ്ങളിൽ പലതും ഉണ്ട്. അതിൽ ഭക്തി രസം വരുമ്പോഴത്തേക്ക് ജനങ്ങള് മറ്റെല്ലാ ഇതും മറന്നു പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് ആ ഈശ്വരനും ഞാനും മാത്രമായിട്ട്, സാറത് സൂചിപ്പിച്ച് തത്വമസി എന്നുള്ള ആ ഒരു കാര്യം, നീ അന്വേഷിക്കുന്ന ആള് നീ തന്നെയാണ് എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിലോട്ട് എത്താനായിട്ട് ശരിക്കു പറഞ്ഞാല് എഴുത്തച്ഛൻ്റെ ഏറ്റവും അത് വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരും അതിനകത്ത് ലയിച്ചങ്ങ് പോകുന്ന ഒരു സ്ഥിതിയാണുള്ളത്. ശരിക്കു പറഞ്ഞു അതിൻ്റെ ആഴത്തിലോട്ട് നമ്മൾ പോവുകയോ അതിനകത്ത് കിടക്കുന്ന ആ വാക്കുകളിനും അപ്പുറം ഒരർത്ഥം അതിനകത്തുണ്ട് ശരിക്കു പറഞ്ഞാൽ. അപ്പൊ അതാണ് അതിൻ്റെ ഭക്തിരസം. നമ്മൾ വായിക്കുമ്പം കിട്ടുന്ന ആ ഒരു ആ വാക്കുകളുടെ ആ ഒരു രസം ഒന്ന്, അതിൻ്റെ കൂടെ അതിനും അപ്പുറത്തേക്ക് ഒരു അവാച്യമായ ഒരു അനുഭൂതിയും കൂടെ ഈ വായനയിൽ നമുക്ക് കിട്ടുകയാണ്. അതാണ് എഴുത്തച്ഛന്റെ ഇത് വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വലിയ ഒരു അനുഭവം അതാണ്. ശരി, വളരെ നന്ദി, നമസ്കാരം സർ. ജോർജ് ഓണക്കൂർ സാറേ നമസ്കാരം. സാർ എന്നെ ഓർക്കുന്നുണ്ടെന്ന് അറിയത്തില്ല. ഞാൻ വിശ്വാസ സംഘത്തിന്റെ സെക്രട്ടറിയാണ്. തിരുവനന്തപുരത്ത് വിശ്വാസ സംഘത്തിന്റെ ഒട്ടേറെ പരിപാടികളില് സാറ് വന്നിട്ടുണ്ട് പോളിച്ചേച്ചിയൊക്കെയുള്ള കാലത്ത്. അപ്പം ഞാനും അവിടെ സ്ഥിരം സോളിയടമറവിന്റെ ഒക്കെ കാലഘട്ടത്തിൽ ഞാനും അവിടെ സ്ഥിരം വരുമായിരുന്നു. സാറ് ഞങ്ങളുടെ ഇവിടെ ഓണക്കൂറുകാരാണ്, കോട്ടയം ജില്ലക്കാരനാണ് സാറ്. അപ്പം സാറ് വർഷങ്ങളായി ഞാൻ ജനിക്കുമ്പോ കോട്ടയം ജില്ലയുള്ളൂ, എറണാകുളം ഇല്ല. ഇപ്പൊ എറണാകുളം. അതെ അതെ. അപ്പം വന്നപോലെ സാറിന്റെ പ്രഭാഷണങ്ങള് വേദികളെ പ്രകമ്പനം കൊള്ളിക്കുന്ന പ്രഭാഷണങ്ങളാണ്. അപ്പൊ ഞാൻ ഇവിടെ ഇപ്പം പതിവ് പോലെ വന്നു കയറിയപ്പോ ജോർജ് ഓണക്കൂർ സാറ് സംസാരിക്കുന്നു. ഞാനത് ഹോമിയോ ഡോക്ടർമാരുടെ വേദിയിൽ സാർ എന്തിനു വന്നു എന്ന് വിചാരിച്ചിങ്ങനെ ഞാൻ മറ്റുള്ളവരുടെ പഠനങ്ങളൊക്കെ നോക്കിയപ്പോ എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി സാറ് വഴിതെറ്റി വന്നതല്ല. അപ്പൊ സാറിന്റെ പ്രഭാഷണം ഇന്ന് പ്രത്യേകം ക്ഷണിച്ച് സാർ എത്തിയിട്ടുള്ളതാണെന്ന് മനസ്സിലായി. വളരെ സന്തോഷം തോന്നി. അപ്പൊ ഇവിടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളുകളും മലയാള ഭാഷയെക്കുറിച്ച് ആഴത്തിൽ പഠിച്ചിട്ടുള്ളവരാണെന്ന് അവരുടെ സംസാരം കേട്ടപ്പോഴും അതും ഒരു വലിയ അതിശയായി. വളരെ സന്തോഷം. ജോർജ് ഓണക്കൂർ സാറിനെ ഞാൻ ഒരു 20-25 വർഷം മുമ്പ് കാണുന്നതിനേക്കാളും ചെറുപ്പത്തിൽ സാർ ഇങ്ങനെ ഇരിക്കുന്നു. ഡോക്ടർമാരായ ഞങ്ങളോട് ഒന്ന് പറഞ്ഞു തരണം. അപ്പൊ സാർ എപ്പോഴും ആക്റ്റീവാണ്. ഹോമിയോപ്പതിയാണ് കാരണം. എന്ന് വന്നാലും സാർ ആക്റ്റീവാണ്. ഏത് പ്രഭാഷണ വേദികളിലും സാറിനെ ഞങ്ങളുടെ സംഘടനയിലൊക്കെ പലതവണ കൊണ്ടുവന്നിട്ടുണ്ട്. വളരെ സന്തോഷം സാറിനെ കണ്ടതില്. സാറിന് ന്യൂ ഇയറിന്റെ ആശംസകൾ കൂടി നേരുകയാണ്. ഓക്കെ ഡോക്ടർ, നന്നായിട്ടുണ്ട്. എന്തായാലും ഡോക്ടർ പങ്കെടുത്തല്ലോ. ഡോക്ടർ പറഞ്ഞ പോലെ ഈ എഴുത്തച്ഛനെ എല്ലാം ചുരുക്കി പറയാനുള്ള ഇപ്പൊ രാമന്റെ ജാതകം പറയുന്നുണ്ട്. അർക്കജൻ തുലാത്തിലും ഭാർഗവൻ മീനത്തിലും വക്രനും ഉച്ചസ്ഥനായി നിൽക്കുന്ന മകരരാശി. ഇതെങ്ങനെ എഴുതി വെപ്പിച്ചത് വായിച്ച അത്ഭുതം എന്തോ. ഓരോ വാക്കുകളെ അങ്ങനെ കൊണ്ട് അമ്മാനം പാടുന്ന ഒരു കഴിവെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, എന്റെ അച്ഛൻ അച്ഛൻ പറയുമായിരുന്നു, മലയാളം അറിയണമെങ്കിൽ രാമായണം പഠിക്കണം, ഇംഗ്ലീഷ് അറിയണമെങ്കിൽ ബൈബിൾ പഠിക്കണമെന്ന്. ഇത് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെ വാരി വെതറുകയായിരുന്നു. അബ്ദുൽ സലാം സാർ സംസാരിക്കാമോ? ധ്യാനമാണ്, ഉപാസനയാണ്. വാക്കുകൾ ഉപാസിക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു ഭക്തി, അതാണ് ഭക്തി വരുന്നത്.
നമ്മളൊരു തപസ്യയായി തപസ് പോലെ വാക്കുകളെ ധ്യാനിക്കുകയും ഉപാസിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ ഭാഷയ്ക്കുള്ളിൽ മറ്റൊരു ദിവ്യമായ ഭാഷ ജനിക്കുകയുള്ളൂ. നമ്മുടെ കണ്ണുകളെ അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തികളെ ഒക്കെ ആത്മീയമായി, അല്ലെങ്കിൽ ആത്മീയ റിലീജിയസ് എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്, നമ്മുടെ ആത്മഭാവമാക്കി തീർക്കുമ്പോഴാണ് അത് മറ്റൊരു രൂപത്തിൽ പുനഃസൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കുന്നത്. അല്ലെങ്കിൽ പകർത്തനമോ പിന്നെ അത്തരം ഒരു അവസ്ഥ മാത്രമേ ഉണ്ടാവുള്ളൂ. എഴുത്തച്ഛൻ്റെ ഒക്കെ കൃതികൾ വായിക്കുമ്പോഴത്തേക്ക് ധ്യാനാത്മകമായ മുഹൂർത്തങ്ങളിലൂടെയല്ലേ നമ്മൾ കടന്നു പോകുന്നത്. കേവലം വായനയല്ലല്ലോ, അത് ഉപാസനയല്ലേ. അതാണ് ആ മഹത്വം. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അതുപോലെ തന്നെയാണ് ഹരിനാമകീർത്തനം 51 അക്ഷരങ്ങൾ വെച്ചുകൊണ്ടുള്ള നത്താരിൽ മാനിനി മണാളൻ, ലത്വം കലർന്നു, റൗഷോഫൻ. സാധാരണ ഒരു കവികളും ഉപയോഗിക്കാത്ത ഒരുപാട് വാക്കുകൾ. ഇത് ഒരു സിന്തസിസ്. അതിനകത്ത് ഈ പറഞ്ഞ പോലെ നമ്മൾ സംസാരിച്ചതുപോലെ കാവ്യം അല്ലേ, ഒരു കിളിപ്പാട്ട് വൃത്തം എന്ന് പറഞ്ഞു ലാളിത്യമുണ്ട്. ഗഹനമായ കാര്യങ്ങളെ അതിഗഹനമാക്കുകയല്ല, മറിച്ച് ഗഹനമായ കാര്യങ്ങളെ ഹൃദയംഗമമാക്കി അവതരിപ്പിക്കുകയാണ് എഴുത്തച്ഛൻ ചെയ്യുന്നത്. അതൊരു ചെറിയ കാര്യമല്ല വാസ്തവത്തിൽ. കവി എന്നല്ല പറയേണ്ടത്, ശരിക്കും ഒരു ഋഷി എന്നാ പറയുക. ഋഷി എന്ന് പറഞ്ഞ അർത്ഥം ഉള്ളറിയുന്നവനാണല്ലോ, തീർച്ചയായും. അല്ലാതെ മറ്റർത്ഥമല്ല. ഋഷി എന്ന വാക്കിന്റെ അർത്ഥം അറിയുന്നവനാണ്. എഴുത്തച്ഛൻ നമ്മുടെ ഭാഷയുടെ ഉള്ളറിഞ്ഞു, ഭാഷാ പ്രേമികളുടെ അറിഞ്ഞു. ആ അറിഞ്ഞ കാര്യങ്ങൾ ഉള്ളിൽ പതിയുന്ന വിധത്തിൽ ആവിഷ്കരിക്കാനുള്ള ആ ഒരു രസതന്ത്രവും എഴുത്തച്ഛന്റെ കവിതയ്ക്കുണ്ട് എന്നുള്ളത് നമുക്ക് വളരെ, അതിനുതകുന്ന വൃത്തം, അതിനുതകുന്ന ശൈലി, അതിനുതകുന്ന ലാളിത്യം, മഹത്വം എല്ലാം എഴുത്തച്ഛൻ കവിതകൾ എടുത്തു നോക്കുമ്പോൾ നമുക്ക് അനുഭവവേദ്യമാണ്. അദ്ദേഹം ഒരു മറുപടി ഉണ്ടല്ലോ സാറേ, എഴുത്തച്ഛൻ ഈ എണ്ണയാട്ടുന്ന അപ്പൊ ചക്കിൽ എന്തെല്ലാം ആടും വെച്ചാൽ 4 6 ആടും എന്ന് പറഞ്ഞു. 4 വേദങ്ങളും 6 ശാസ്ത്രങ്ങളും. അത്ര പണ്ഡിതനായ മനുഷ്യനായിരുന്നു എഴുത്തച്ഛൻ. സെൽകുമാർ ഡോക്ടറെ. സാറേ ഒരു സംശയം. ഈ ലോകത്ത് പല സ്ഥലങ്ങളിലും സമൂഹം അധപ്പതിച്ച ഘട്ടത്തില് ഈ ഭക്തി രസമായ ഒരു കൃതികളുണ്ടായി, അത് പിന്നീട് സമൂഹത്തെ ആ വഴിക്ക് തെളിക്കുകയും ചെയ്ത അനുഭവമുണ്ട്. ഈവൻ ബൈബിളിന്റെ കേസിൽ പോലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ തന്നെ പലയിടത്തും ഇതേപോലെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് അങ്ങനെ ഉണ്ടായതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിട്ടുണ്ടോ? അത് ആ വഴിക്ക് എനിക്ക് തോന്നുന്നത് ചില കാലങ്ങളുടെ മാറ്റമുണ്ട്. ഒന്നാമത് ചില കാലങ്ങൾ മാറി വരുമ്പോഴേക്ക് ചില യുഗസംക്രമ വേളകളിൽ നമ്മുടെ ജീവിത സമീപനങ്ങളിൽ വലിയ മാറ്റം ഉണ്ടാവും. ഒന്ന്, അതിന് സാമൂഹികമായ കാരണങ്ങളുണ്ട്, അതുപോലെ തന്നെ സാമ്പത്തികമായ കാരണങ്ങളുണ്ട്, നമ്മുടെ തന്നെ ജീവിത സമീപനങ്ങളിൽ വരുന്ന മാറ്റങ്ങളുണ്ട്. പിന്നെ അന്നിപ്പോ ലോകത്തിന്റെ ഗതിയൊന്നും അറിയാവുന്ന കാലമല്ലല്ലോ അത്. പക്ഷെ നമ്മുടെ ജീവിത സമ്പ്രദായങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ, നമ്മുടെ മുമ്പേ നടന്നുപോയ ആളുകൾ സൃഷ്ടിച്ച അപകടങ്ങളും ആനുകൂല്യങ്ങളും എല്ലാം ചേർത്ത് വെച്ചിട്ട് ആലോചിക്കുകയാണ്. അത് പ്രതിഭാധനാണ്, ഒരു യുഗാചാര്യന് മാത്രം സാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് എഴുത്തച്ഛൻ എന്ന് വെച്ചാല് അദ്ദേഹത്തിന് മുമ്പുണ്ടായ കൃതികൾ പഠിച്ചു, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ധ്യാനിച്ചു, ഉള്ളറിഞ്ഞു, അതിൽ നിന്നൊരു പുതിയ ഉൾക്കാഴ്ച ഉണ്ടാക്കുന്നതിന് എഴുത്തച്ഛന് സാധിച്ചു എന്ന് നമ്മൾ പറയണം. അതുകൊണ്ടാണ് എന്റെ ചോദ്യം അങ്ങനെയല്ല സാറേ. ലോകത്ത് പലയിടത്തും, പ്രത്യേകിച്ച് ഏഷ്യയിലോ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ പലയിടത്തും ഇങ്ങനെ ഒരു ഭക്തി പ്രസ്ഥാനം ഉണ്ടായി. അപ്പൊ അത് അങ്ങനെ ഉണ്ടാവാൻ എന്തെങ്കിലും കാരണം എന്താണെന്ന് അറിയാമോ എന്നാ ചോദിച്ചത്. ഞാൻ ആദ്യം പറഞ്ഞത് സാമ്പത്തികമായ ചില ഉയർച്ചകളും അതിന്റെ ഫലമായി ഉണ്ടായിട്ടുള്ള ചില അധമ വാസനകളും പുഷ്ടിപ്പെട്ടു വന്നുകൊണ്ടാണ്. അത് ഞാൻ ആദ്യം പേര് പറയാതെ പറഞ്ഞില്ലേ, ചില പ്രഭുക്കന്മാരെന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ, അത് അറിയാം, കേൾക്കുന്നവർക്കെല്ലാം മനസ്സിലാവും. അപ്പൊ ജീവിതം ഒരു ലീലയായിട്ട് കാണുകയാണ്, അതിന് ഗൗരവം കൊടുക്കുന്നില്ല. ഇപ്പോഴും ഇല്ലേ, നമുക്കറിയാമല്ലോ, ലൈഫ് എന്ന് പറയുന്നത് തട്ടിക്കളിക്കാനുള്ള ഒന്നാന്ന് ചിന്തിക്കുന്ന ആളുകളില്ലേ. അതേ സമയത്ത് ജീവിതം എന്ന് പറയുന്നത് നമ്മളെപ്പോഴും സൂക്ഷിച്ച് ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ്. നമ്മുടെ ഒരു വാക്കോ അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയോ ഒരിക്കലും മറ്റുള്ളവർക്ക് ഒരു ധർമ്മവിരുദ്ധമായ അനുഭവമായി തീരരുതെന്ന് ചിന്തിക്കുന്ന ആളുകളില്ലേ. അതേസമയത്ത് എത്ര ഉദാസീനമായിട്ടാണ് വാക്കുകൾ പ്രയോഗിക്കുന്നത്, എത്ര ഉദാസീനമായിട്ടാണ് നമ്മുടെ ആളുകളുടെ എഴുത്ത് ചില സമയങ്ങളിൽ പോകുന്നത്, എത്ര ഉദാസീനമായിട്ടാണ് നമ്മുടെ സാഹിത്യത്തെയും അല്ലെങ്കിൽ കലകളെയും വിലയിരുത്തുന്നില്ല. ഒരുമാതിരി എന്താ നമ്മൾ പറയാ, അതിനൊക്കെ അധമമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ കൃതികളുടെ കയറുന്ന എടുത്ത് പറയുന്നില്ല.
അതൊരു ചില ദുർവാസനകൾ ചില സമയത്ത് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ദുർമേധസ്സുകൾ ഉണ്ടാകുന്നു. എന്തിനാ ശരീരത്തിൽ ചിലർക്ക് കണ്ടമാനം പിന്നെ ദുർമേധസ് ഉണ്ടാകുന്നത്? അതൊരു രോഗമാണ് എന്ന് പറയുന്നത് പോലെ സംസ്കാരത്തെ ബാധിക്കുന്ന രോഗങ്ങളാണ് പലപ്പോഴും ഇത്തരം അധമ പ്രവണതകൾ എന്നാണ് എനിക്ക് തോന്നുന്നത്. രോഗങ്ങളായ ശത്രുക്കളും വന്ന് ദേഹം നശിപ്പിക്കും ഏവന നിർണയം. അബ്ദുൽ സലാം സാറെ സംസാരിക്കാമോ? അൺമ്യൂട്ട് സാറേ. സാറിനെന്താ ടെക്നിക്കൽ പ്രോബ്ലം? അപ്പൊ നമുക്ക് കാര്യം ചെയ്യാം. അതിന്റെ സമയമായി. നമുക്ക് പരീസ് സാറിന് ഇതിന് കൺക്ലൂഡ് ചെയ്യാനും നന്ദി പറയാനായിട്ട് ഓണക്കൂർ സാറിനെ വേദിയിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ ആദരണീയനായ IFPH നട്ടലായ പരീസ് ബാവഖാൻ സാറിനെ ക്ഷണിക്കുന്നു. നമസ്കാരം. ഓണക്കൂർ സാറിന് പ്രത്യേകിച്ച് നമസ്കാരം. എനിക്ക് വളരെ ബഹുമാനപ്പെട്ട അദ്ദേഹത്തിന്റെ മിക്കവാറും നമ്മുടെ ഇവിടുത്തെ പ്രഭാഷണം തിരുവനന്തപുരത്തൊക്കെ ഉള്ളപ്പോൾ ഞാൻ മനഃപൂർവ്വം അവിടെ പോകാറുണ്ട്. ഏത് സബ്ജക്റ്റിനെ കുറിച്ചും വളരെ ലളിതമായിട്ടും എന്നാൽ നമ്മൾ ഹൃദയത്തിൽ തട്ടുന്ന രീതിയിലും പ്രതിപാദിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഡോക്ടർ മനോജ് എന്നോട് പറഞ്ഞപ്പോൾ ഞാനും മനോജും കൂടെ സംസാരിച്ചപ്പോഴേ ഏറ്റവും പറ്റിയ ഒരാള് ഞാൻ പറഞ്ഞു നമ്മുടെ ഓണക്കൂർ സാറ് തന്നെയാണ്. അദ്ദേഹത്തെ കിട്ടാൻ തന്നെ വലിയ പാടാണ്. വിളിക്കുമ്പോഴെല്ലാം എന്തെങ്കിലും പ്രോഗ്രാമിലായിരിക്കും. അദ്ദേഹം ഇനി എഴുത്തച്ഛനെ കുറിച്ച് ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ആ എവല്യൂഷൻ, മലയാളം ഭാഷയുടെ എവല്യൂഷൻ എങ്ങനെയായിരുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ ചരിത്രം നമുക്കൊന്നും എനിക്കിതൊന്നും ഇത്രയും കാര്യങ്ങളൊന്നും അറിയാൻ പാടില്ല. ഞാനും മലയാളമാണ് PDC ഒക്കെ സെക്കൻഡ് ലാംഗ്വേജ് എടുത്തത്. എന്നാൽ പോലും ഈ വക കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഒരു നല്ലൊരു അവസരമായിരുന്നു അദ്ദേഹത്തിന് കിട്ടിയത്. ഒരു മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഇല്ലാത്ത നമ്മൾ അറിയാൻ പാടില്ലാത്ത എത്രയോ കാര്യങ്ങളിൽ എത്രയോ മേഖലകൾ അദ്ദേഹം ഈ ഭാഷയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളോട് സംസാരിക്കുകയുണ്ടായി. പിന്നെ എഴുത്തച്ഛൻ്റെ കാര്യം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായ പാരമ്പര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴേ അദ്ദേഹം പറഞ്ഞു നൽകിയ അറിവ്, ജ്ഞാനം, സംസ്കാരം, പൈതൃകം എന്നിവയുടെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിന് നമുക്ക് വീണ്ടും പ്രതിജ്ഞ എടുക്കേണ്ടിയിരിക്കുന്നു. അതായത് നമ്മൾ കയ്യിൽ നിന്ന് ഇത് പലതും കളഞ്ഞു പോയിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. മലയാള സാഹിത്യത്തിൽ അദ്ദേഹത്തിൻ്റെ ആഴത്തിലുള്ള സ്വാധീനം നമ്മെ തുടർന്നും നയിക്കട്ടെ എന്നും അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ മലയാളികളുടെ ഹൃദയത്തിൽ എന്നെന്നും നിലനിൽക്കട്ടെ എന്നും ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാണ്. ഞാൻ എൻ്റെ വാക്കുകൾ ഇതുകൊണ്ട് കുറയ്ക്കാണ്. പിന്നെ ഓണക്കൂർ സാറ് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയൊന്നും പറയാനില്ല. ധാരാളം. നന്ദി പറഞ്ഞതിന് ഒരു കാര്യം കൂടെ ഒന്ന് ചോദിച്ചോട്ടെ? ഓക്കെ. സാറ് ഓണക്കൂർ സാറിന് നമസ്കാരം ഒരിക്കൽ കൂടി. ഞാൻ ചോദിക്കാമെന്ന് സാറ് നേരത്തെ പറഞ്ഞല്ലോ, രാമായണം എന്നുള്ളതിന് രാമായണം, അത് സിമ്പിളായിട്ട് ഇരുട്ടിനെ മായ്ക്കുക എന്നുള്ള രാമന്റെ അയനം എന്ന് ഇങ്ങനെ പറയും. അതാണ് ഞാൻ ശരിക്കും രാമന്റെ അയനം എന്നാണ് ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ അത് നമ്മൾ പിന്നെ അതിസാധാരണമായിട്ട് വ്യാഖ്യാനിക്കുമ്പോൾ രാമായണം, രാമന്റെ അയനം പൂർത്തിയാകുമ്പോഴേക്ക് രാമാഞ്ഞിരിക്കും. അതാണ് സാറ് സിമ്പിളായിട്ട് അങ്ങനെ ഒരു ഇത് എന്ത് സാറിന്റെ വായിൽ നിന്നാണ് അങ്ങനെ ഞാൻ ഒന്ന് കേൾക്കുന്നത്, അതുകൊണ്ടൊന്ന് ചോദിച്ചതേ ഉള്ളൂ. ഓക്കെ. ഇതിലെ എനിക്ക് ഈ അധ്യാത്മരായണത്തെ കുറിച്ച് ഒരു കാര്യം പറയാനുണ്ട്. മഹത്തായ കൃതിയുടെ എഴുത്തച്ഛൻ ജനങ്ങൾക്കും വിശുദ്ധ ഗ്രന്ഥങ്ങൾക്കും ഇടയിലുള്ള വിടവ് സമർത്ഥമായി നികത്തി എന്നുള്ളത് ഒരു മഹത്തായ സംഭാവനയാണ്. അത് തന്നെയാണ് നമ്മുടെ ഓണക്കൂർ സാറ് നമ്മളോട് പറഞ്ഞു വെച്ചത്. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ പിന്നെ സമയം കഴിഞ്ഞതുകൊണ്ട് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. നമ്മുടെ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയ സേഠ് സാറിനെ ഹൃദയംഗമായ കൃതജ്ഞത പ്രകാശിപ്പിക്കുകയാണ്. ഓണക്കൂർ സാറിനെ സംബന്ധിച്ചിടത്തോളം എന്തുമാത്രം കൃതജ്ഞത പറഞ്ഞാലും അത് അധികമാകാൻ പറ്റുന്നില്ല. അദ്ദേഹം ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും അദ്ദേഹത്തിൻ്റെ കൃതജ്ഞതയുടെ പൂച്ചെണ്ടുകൾ അർപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമസ്കാരം. പിന്നെ നമ്മുടെ ഇതിൽ പങ്കെടുത്ത എല്ലാവരെയും ശൈല ടീച്ചർ, ശൈല ഡോക്ടർ, മനേജ് ഡോക്ടർ, ദേവപാല, മറ്റേ പ്രാർത്ഥന ഗാനം ആലോചിച്ച മറ്റ് ചർച്ചയിൽ പങ്കെടുത്ത ഡോക്ടേഴ്സ് എല്ലാവരും, ഇതിൽ പങ്കെടുത്തവരും അറ്റൻഡ് ചെയ്ത ആൾക്കാരെയും പ്രത്യേകമായിട്ട് കൃതജ്ഞത പ്രകാശിപ്പിക്കുകയാണ്. ഇങ്ങനെ നല്ലൊരു പരിപാടികൾ ഓർഗനൈസ് ചെയ്യാനായിട്ട് ഡോക്ടർ മനോജിനെ ഞാൻ സമ്മതിച്ചിരിക്കുകയാണ്. അദ്ദേഹം എവിടെ നിന്നെങ്കിലുമൊക്കെ ആൾക്കാരെ കണ്ടുപിടിക്കും എന്നുള്ളതിലൊക്കെ വളരെ ഒരു വിഷനുള്ള ഒരു പാർട്ടിയാണ്. അതിന് നമുക്ക് നല്ലൊരാളിനെ നിന്ന് കിട്ടുകയും ചെയ്തു. ഓണക്കൂർ സാറ് ഇനിയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവിധ പ്രാർത്ഥനകളും അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന് കൃതജ്ഞതയുടെ പൂച്ചെണ്ട് ഒരിക്കൽ കൂടെ സമർപ്പിക്കട്ടെ. നമസ്കാരം.
ഇപ്പൊ 2024 നമ്മുടെ IFPH മലയാളത്തിൽ ധാരാളം പരിപാടി നടത്താൻ കഴിഞ്ഞു. കുമാരനാശാന്റെ ചരമദിനമാണ് തുടങ്ങിയത്. അങ്ങനെ മലയാളത്തിലെ മറ്റൊരു പ്രഗത്ഭനെ അനുസ്മരിച്ചുകൊണ്ട് നടത്താൻ കഴിഞ്ഞു. ഇതിൽ പങ്കെടുപ്പിക്കാൻ നമ്മുടെ ഓണക്കൂർ സാറിനെ ഇതിലേക്ക് എത്തിച്ച പരീസ് ബാവക്ക സാറിനും നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരു പുതിയ വർഷം, സന്തോഷകരമായ ആരോഗ്യകരമായ വർഷം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ആരോഗ്യ സൗഖ്യങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.